ആദ്യം തന്നെ എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു ഇന്നിവിടെ വന്നതിന്. നമ്മുടെ പുതിയ ചിത്രമായിട്ടുള്ള ഡോസ് നാളെ റിലീസാണ്. ഇപ്പോൾ അഭിലാഷിൻ്റെ ആദ്യത്തെ സംവിധാന സംരംഭമാണ്. ഇപ്പോൾ എന്നെ കൂടാതെ ഇപ്പോൾ ദൃശ്യ, കൃഷ, അശ്വിൻ, ജഗദീഷ് ഏട്ടൻ, അതെ പിന്നെ ജഗദീഷ് ഏട്ടൻ, കൃഷ്ണശങ്കർ, ഇങ്ങനെ ഒരുപാട് പേര് അഭിനയിക്കുന്ന സിനിമയാണ്. ഒരു ത്രില്ലർ ജോണറിൽ വരുന്നൊരു മൂവിയാണ്. സ്ലോ ബോൺ ത്രില്ലർ അല്ലേ, അങ്ങനെയാണ് ഇത് അഭിലാഷ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വെക്കേഷൻ കാലം ഞങ്ങൾ ഭയങ്കര എന്താ പറയുക, എൻ്റർടൈനേഴ്സൊക്കെ വന്ന് എല്ലാവരും ഭയങ്കര ഒരു ഹാപ്പി മൂഡിലൊക്കെ ഇരിക്കുന്ന ടൈമിൽ ത്രില്ലേഴ്സൊക്കെ എങ്ങനെ ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു ഡൗട്ട്ഫുൾ ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്താണ് കറക്റ്റായിട്ട് ദൃശ്യം ഇന്നിറങ്ങി സക്സസ്ഫുള്ളായിട്ട് മുമ്പോട്ട് പോകുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഭയങ്കര പ്രതീക്ഷയുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ ദൃശ്യവും കൂടി ഇറങ്ങിയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മൾ ഒരു ത്രില്ലറിനും ഒരു സ്പേസ് ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. എൻ്റെ ഒരു ലാസ്റ്റ് ഇയറാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന് പറയുന്ന സിനിമയാണ് എൻ്റെ ലാസ്റ്റ് ഇയർ ഇറങ്ങിയത്. അത് കഴിഞ്ഞിട്ട് ഈ വർഷമാണ് ഈ ഒരു സിനിമ ഇറങ്ങുന്നത്, ഡോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് പ്രതീക്ഷകളുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഈ സിനിമയിലൂടെ ഓഡിയൻസിന് തരാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണാമെന്നുള്ളതാണ് പറയാനുള്ളത്. സംവിധായകൻ ഇനി സംസാരിക്കും. എല്ലാവർക്കും ഒരുപാട് നന്ദി. കുറേ വർഷക്കാലത്തെ പരിശ്രമത്തിൻ്റെ അധ്വാനത്തിൻ്റെയും ഫലമായിട്ടാണ് ഇപ്പം നാളെ ഞാൻ എഴുതി സംവിധാനം ചെയ്യുന്ന ഡോസ് എന്ന ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. അപ്പോൾ എന്താ പറയണ്ടേ, വലിയ ചിത്രങ്ങൾ സക്സസ് ആവുകയും നിറഞ്ഞോടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഇത് എന്താ പറയുക, ഒരു ചെറിയ ചിത്രം എന്ന് നമുക്ക് പറയാം. എന്നാലും കണ്ടന്റ് വൈസ് ഒരു എന്താ പറയുക, വലിയ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഒരു മിസ്റ്ററി ത്രില്ലർ ജോണറാണ്. പറയുന്ന പോലെ ഒരു സ്ലോ പെയിൻ ത്രില്ലർ എന്നൊക്കെ നമുക്ക് പറയാം. എന്നാൽ ഒരിക്കലും ഒരു സ്ലോ പേസിൽ പോകുന്ന ഒരു മൂവിയല്ല. ഇപ്പോൾ ദൃശ്യത്രിയൊക്കെ വിജയിച്ച് ശക്തമായി വിജയിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അതുപോലെ തന്നെയുള്ളൊരു ചിത്രം, അതൊരു മിസ്റ്ററി ജോണറിൽ പെടുന്ന പടം തന്നെയാണ് നമ്മുടെ സിനിമയും. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ സിനിമ എല്ലാവരിലേക്കും എത്തുക, ഈ ചിത്രത്തെക്കുറിച്ച്. കാരണം ഒരു പുതുമുഖ സംവിധായകൻ്റെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒരു സിനിമ മുമ്പോട്ട് വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന പരിമിതികളൊക്കെ മറികടക്കണമെങ്കിൽ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. എല്ലാവരും നാളെ തിയേറ്ററിൽ ഡോസ് സെക്കൻഡ് ഒപ്പീനിയൻ ചിത്രം കാണണമെന്ന് വളരെ വിനീതമായി അപേക്ഷിക്കുകയാണ്. You wanna go ahead? വീണ്ടും അതേ സാധനം ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ ഈ പടത്തിൽ വിവേക് തർക്കൻ എന്ന് പറയുന്ന ക്യാരക്ടറാണ് ചെയ്യുന്ന ഒരു പോലീസ് ഓഫീസറാണ്. ഈ പടത്തിൽ നടക്കുന്ന കുറേ ഭയങ്കര ഡെഡ്ലി ക്രൈംസും ഒരു ഹോസ്പിറ്റൽ സംബന്ധിച്ച് ഒരു മെഡിക്കൽ ത്രില്ലർ എന്ന ഒരു കഥയിൽ എൻ്റെ ഒരു അന്വേഷണമാണ് എൻ്റെ ഒരു ട്രാക്കും. ഈ ഡോക്ടർ പ്രകാശ് എന്ന് പറയുന്ന സിജു ബ്രോയുടെ ക്യാരക്ടറും എൻ്റെയും ഒരുമിച്ച് നിന്ന് ഇങ്ങനെ വർക്ക് ചെയ്ത്, അയാൾ മെഡിക്കൽ സൈഡിൽ നിന്നും ഞാൻ നിയമത്തിൻ്റെ സൈഡിൽ ഒഫീഷ്യലായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതെനിക്ക് ഒരുപാട് നല്ല സ്കോപ്പ് ഉണ്ടായിരുന്നു. അഭിലാഷ് ഭായ്, നരേശൻ മുതൽ എനിക്ക് തോന്നുന്ന എല്ലാ ഇവിടെ ഉള്ള കാസ്റ്റിന് മൊത്തം ഒരേപോലെ തന്നെയാണ് ആയിരുന്നു കൺവിൻസിങ്ങും. കാരണം അത്രത്തോളം കൺവിൻസിങ് ആയിരുന്നു നരേഷനും. നമ്മൾ ചോദിച്ച ചില സംശയങ്ങളും ചോദ്യങ്ങളൊക്കെ എല്ലാം അതിനൊരു ഉത്തരവും വളരെ നീറ്റായിട്ട് പാക്ക് ചെയ്ത ഒരു സിനിമയാണ്. എനിക്ക് ഒരു ഡീസൻ്റായിട്ട് ഒരു ത്രില്ലർ എന്ന് തോന്നി. അപ്പോൾ ഇങ്ങനെ ഒരു ത്രില്ലർ ഈ സബ്ജക്റ്റിലൊക്കെ വന്നിട്ട് കുറേ ആയി. എനിക്ക് തോന്നുന്നു കുറേ ഇങ്ങനെ വരുന്നുണ്ട്. ഞാൻ തന്നെ ലാസ്റ്റ് ചെയ്തത് 1000 Babies എന്ന് പറയുന്നൊരു ഇതാണ്. അപ്പോൾ അത് വേറൊരു ടൈപ്പ് ഓഫ് ത്രില്ലറാണ്. അപ്പോൾ അങ്ങനെ ഇത് ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റാണ്. തീർച്ചയായിട്ടും തിയേറ്റർ എക്സ്പീരിയൻസിനുള്ള എല്ലാ എലിമെൻസും ഇതിലുണ്ട്. അത് ഉറപ്പായിട്ടും നമുക്ക് പറയാൻ കഴിയുന്നു. നമ്മുടെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് വളരെ ഭയങ്കര ഭീകര ഒരു വർക്കിംഗ് ടീമാണ്.
അപ്പോൾ ഐ തിങ്ക് ഈ ഒരു ടീം വർക്ക് വിജയിക്കും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ. താങ്ക് യു അഗെയിൻ നിങ്ങളെല്ലാവരും വന്നതിനും താങ്ക് യു സോ മച്ച്. നമസ്കാരം. ആദ്യം തന്നെ ഇവിടെ എത്തിപ്പെട്ട എല്ലാവരോടും നമസ്കാരം. താങ്ക് യു ഫോർ കമ്മിങ് ഹിയർ. ഇപ്പോൾ സിജു ചേട്ടൻ്റെ കൂടെ എൻ്റെ രണ്ടാമത്തെ സിനിമയാണ്. ഹാപ്പി വെഡിങ്ങിന് ശേഷം 10 വർഷത്തിന് ശേഷമാണ് നമ്മളിപ്പോൾ ഒരു പടം ചെയ്യുന്നത്. എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് അരുന്ധതി എന്നാണ്. ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ്. ആദ്യം തന്നെ ഡയറക്ടറായ അഭിലാഷ് ചേട്ടനോട് താങ്ക് യു, എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിൽ. ഒത്തിരി പെർഫോം ചെയ്യാനുള്ള ഒരു ക്യാരക്ടറാണ്. എല്ലാ ക്യാരക്ടർക്കും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ സിജു ചേട്ടൻ്റെ ക്യാരക്ടറായാലും എല്ലാവരുടെ ക്യാരക്ടർക്കും അതിൻ്റേതായ ഒരു സ്പേസും, എല്ലാവരും അടിപൊളിയായി പെർഫോം ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളെല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്ത് എടുത്തൊരു പ്രോസസ്സാണ്. എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്തൊരു സിനിമയാണ്. അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ടും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നാളെ എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി കാണണം. താങ്ക് യു. നമസ്കാരം, എൻ്റെ പേര് കൃഷയാണ്. ഇതെൻ്റെ 3ാമത്തെ പടമാണ്. B32 മുതൽ 44 വരെ റോന്ത് കഴിഞ്ഞിട്ട് ഡോസ് എൻ്റെ 3ാമത്തെ സിനിമയാണ്. ഇതിലെൻ്റെ ക്യാരക്ടറുടെ പേര് റാഗിത്തയാണ്. ഈ പടം അഭിലാഷേട്ടൻ പറഞ്ഞ മാതിരി ഒരു ക്രൈം ത്രില്ലർ, ഒരു മെഡിക്കൽ ത്രില്ലറാണ്. സോ പ്ലീസ് ഡു ഗോ ആൻഡ് വാച്ച് ഇറ്റ് ആൻഡ് തിയേറ്റേഴ്സ് നിയർ യു. മെയ് 22-ാം തീയതി റിലീസായിട്ട്. ഈ എസ്പെഷ്യലി ഗോപി സുന്ദർ സാറുടെ മ്യൂസിക് ഇപ്പം വരെ കിട്ടിയിരിക്കുന്ന സിംഗിളിന് കിട്ടിയിരിക്കുന്ന ലവും ട്രെയിലറിന് കിട്ടിയിരിക്കുന്ന ലവും അതങ്ങനെ തിയേറ്ററിലേക്ക് ട്രാൻസ്ലേറ്റ് ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആൻഡ് താങ്ക് യു ഫോർ ഓൾ ഓഫ് യുവർ സപ്പോർട്ട് ആൻഡ് ഹോപ്പ് ടു സീ യു. പ്രത്യേകിച്ച് എനിക്ക് വീണ്ടും എടുത്തു പറയേണ്ടത് നമ്മുടെ പ്രൊഡ്യൂസേഴ്സിന് ഒരുപാട് നന്ദി. ആൻഡ് വൺ ഓഫ് അവർ കോ പ്രൊഡ്യൂസേഴ്സ് ഇസ് ഹിയർ. So, വിൽസൺ പിക്ചേഴ്സ്. thank you for making this film happen. അതെന്തായാലും പറയണം, ഈ വേദിയിൽ വെച്ച് തന്നെ പറയണം. താങ്ക് യു സോ അല്ല, മച്ച്. അത് ഇതിലെന്താ സംഭവം എന്ന് വെച്ചാൽ ഈ സിനിമ ഒരുപാട് നാളായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയായിരുന്നു. ഇപ്പോൾ ഇത് എന്താ പറയുക, ഇപ്പോൾ ഇതൊരു മലയാള സിനിമയുടെ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ഇപ്പോഴല്ല, കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒരു പ്രൊഡക്ഷനൊക്കെ ഒപ്പിച്ചെടുക്കാനും. അല്ലെങ്കിൽ എന്താ പറയുക, ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നു, ഒന്നും വിജയിക്കുന്നില്ല, അങ്ങനത്തെ ഒരു കാലഘട്ടം ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു കോ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു കൊളാബറേഷൻ എന്നുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ചോദിച്ചപ്പോൾ അഭിലാഷും ഒരുപാട് നാളായി സിനിമ ചെയ്യണം എന്ന് വിചാരിച്ചു. 2018 തൊട്ട് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇനിയും വൈകി കഴിഞ്ഞാൽ മലയാള സിനിമയ്ക്ക് നല്ലൊരു സംവിധായകൻ്റെ സിനിമകൾ വരാനായിട്ട് ഇനിയും വൈകും എന്നുള്ളത് മനസ്സിലായതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഒരു കൊളാബറേഷന് വേണ്ടിയിട്ട് നിന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് നന്ദിയുണ്ട്. അങ്ങനെയല്ല, ഇപ്പോൾ എന്താ പറയുക, നല്ല സിനിമകൾ ഇപ്പോൾ എനിക്കും എൻ്റെ കരിയർ വൈസ് ഗുണം ചെയ്യണമല്ലോ തീർച്ചയായിട്ടും. അപ്പോൾ ഈ സിനിമ വന്നു കഴിഞ്ഞാൽ എനിക്കും കരിയർ വൈസ് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. നമ്മൾ എല്ലാ സിനിമകൾക്കും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയെന്നല്ല. അപ്പോൾ എനിക്ക് വിശ്വാസമുള്ള സിനിമകൾ എനിക്ക് ചെയ്യാൻ പറ്റും. കാരണം ഇത് ഹിറ്റടിച്ച് കഴിഞ്ഞാൽ കുറച്ച് കാശ് കൂടുതൽ എനിക്ക് കിട്ടുമല്ലോ. എവിടെ ഷാൻഡച്ചൻ, ഷാൻഡ് ബ്രോ കാണാനില്ല, അത് പറഞ്ഞപ്പോൾ ഇവിടെ കാണാനില്ലെന്നാണ്. ഷാൻഡോ ബ്രോ ആണ് എൻ്റെ പ്രൊഡ്യൂസർ, സിനിമാറ്റിക് പിക്ചേഴ്സാണ്. അപ്പോൾ അങ്ങനെ ഒരു കൊളാബറേഷന് വേണ്ടിയിട്ട് ചോദിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൽ ഒരുപാട് ടെക്നീഷ്യൻസും അങ്ങനെയൊക്കെ നിന്നിട്ടാണ് സിനിമ ചെയ്തേക്കണേ. അപ്പോൾ അതെല്ലാം ആ സിനിമയോടുള്ളൊരു പാഷനും അല്ലെങ്കിൽ വർക്കിനോടുള്ളൊരു പാഷനും ഇതൊക്കെ വെച്ചിട്ടാണ് എല്ലാവരും അങ്ങനെ ഒരു കൊളാബറേഷനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നിന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തതാണെങ്കിലും നിങ്ങൾക്ക് വിഷ്വലി സിനിമ കാണുമ്പോൾ ഒരിക്കലും അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. കാരണം ഒരു വലിയ സിനിമയായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുക. കാരണം ഇതിൽ ടെക്നിക്കലി പുറകിൽ നിന്നേക്കുന്ന എല്ലാവരും തന്നെ അവരുടെ 200% എഫേർട്ട് ഇട്ടിട്ടാണ് ഈ സിനിമ ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ ഏറ്റവും ഭംഗിയായിട്ട് തന്നെ ഒരു ത്രില്ലിങ് എക്സ്പീരിയൻസ് ഈ സിനിമ തരും എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും സിനിമ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാം. പ്രത്യേകിച്ച് മസ്കറ്റ് മൂവി മേക്കേഴ്സും കൂടി. മസ്കറ്റ് മൂവി മേക്കേഴ്സ് ഇവരെല്ലാവരും ഒരു മസ്കറ്റിലുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സാണ്. ഇവർ ആദ്യം ചെയ്ത സിനിമ വിശേഷം എന്ന് പറയുന്ന സിനിമയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സിനിമയാണ് ഈ സിനിമ. അതായത് നമുക്ക് ഒരു ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടിയില്ലോ. ഇങ്ങനെ ആ ഒരു സന്തോഷമാണ്. കാരണം ഇന്നും എനിക്ക് ഒരുപാട് പേര്
നമ്മൾ ബ്രോക്കും ശരി എനിക്കും ശരി സോ മെനി പീപ്പിൾ ഹു ആർ വിത്ത് എ പിച്ച് ഡെക്സ്. അപ്പോൾ അവരുടെ വേദന എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കി നമുക്കൊരു ഇങ്ങനെ ഒരു അവസരം കിട്ടുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരുപാട് ടീംസ് ഉണ്ട്. അപ്പോൾ അവർക്കും ഇതുപോലത്തെ പ്രൊഡക്ഷൻ ടീംസ് എത്തിപ്പെടണം എന്നാണ്. ഒരുപാട് നല്ല സിനിമകൾ വെയിറ്റിംഗിലാണ്. അതൊക്കെ ഓരോരോ പിച്ച് ഡെക്കിലാണ് കിടക്കുന്നത്. അതെ അപ്പോൾ ഒരാൾ കിട്ടാത്തത് കൊണ്ട്, ഒരു പ്രൊഡ്യൂസർ കിട്ടാത്തത് കൊണ്ട്, അത് ഒരു നമ്മളെ വിചാരിക്കുന്നേക്കാളും ഒരുപാട് കണ്ടന്റ് അവിടെ ഉണ്ട്. സോ ഐ എം ഹാപ്പി ഫോർ അഭിലാഷ് ഇൻ ദാറ്റ് വേ. ഇപ്പോഴത്തെ ഒരു കാലഘട്ടവും കറണ്ട് സിറ്റുവേഷനും ഭയങ്കര രസമുള്ള സിറ്റുവേഷനാണ്. കാരണം നല്ല സിനിമകൾ കൊടുത്തു കഴിഞ്ഞാൽ ഓഡിയൻസ് നന്നായിട്ട് അത് ഏറ്റെടുക്കുന്നുണ്ട്. അപ്പോൾ അപ്പൊ അവരുടെ അടുത്ത് പറയുന്നത് തളരരുത്. You will land up like us one day. അപ്പോൾ അത്രേ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടോ? എന്താണ് നിങ്ങളൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ഇതായിരിക്കില്ലേ? ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഹായ്. ഹായ്. അപ്പോൾ നമ്മുടെ മലയാളത്തിൽ ഇപ്പോൾ സ്ലോ ബേൺ ചിത്രങ്ങൾ ഇപ്പോൾ എന്താ പറയുക ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടേ ഉള്ളൂ. ആളുകൾ അത് അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം ഇതൊരു സ്ലോ ബേൺ ചിത്രമാണ്. മെഡിക്കലിൽ നമ്മൾ ഒരുപാട് ത്രില്ലേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഒരു സബ്ജക്റ്റ് അപ്പോൾ ഇതിൽ പ്രൊഡക്ഷൻ്റെ ഭാഗം കൂടിയാണല്ലോ. അപ്പം ഈ സബ്ജക്റ്റ് കേട്ട സമയത്ത് ഞാൻ ഇതിൽ പിച്ച് ചെയ്യണം, ഇതിൻ്റെ ക്യാരക്ടർ പിച്ച് ചെയ്യുന്നതിനെ കൂടി ഞാൻ പ്രൊഡക്ഷൻ കയ്യിൽ നിന്ന് കാശ് അങ്ങോട്ട് ഇടുമ്പോണ്ടെന്നൊരു പേടിയുണ്ടല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഈ കഥയാണോ താങ്കളെ അട്രാക്ട് ചെയ്തത്, അതോ പ്രൊഡക്ഷൻ വൈസ് ഇതൊരു സിഗ്നേച്ചർ ആകും എന്നൊരു ഇത് തോന്നിയോ? ഇതിൻ്റെ സ്റ്റോറി എനിക്ക് നറേറ്റ് ചെയ്തപ്പോൾ തന്നെ ഞാൻ ഇൻട്രസ്റ്റഡ് ആയിരുന്നു. അന്നേ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അഭിലാഷ് നല്ലൊരു മേക്കറാണെന്നുള്ളൊരു ഇതെനിക്കറിയായിരുന്നു. കാരണം എൻ്റെ അടുത്ത് അഭിലാഷ് നറേഷന് വേണ്ടി വരുന്ന സമയത്ത് അന്നേ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടാണ് വരുന്നത്. നമ്മൾ വേറൊരു സിനിമ ചെയ്യാനായിട്ടായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്. അത് സംഭവിച്ചില്ല. പിന്നീട് ഇനി സംഭവിക്കും. അതിനുള്ള പ്ലാനുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അഭിലാഷിനും നറേഷനും പരിപാടികളൊക്കെ കേട്ടപ്പോൾ തന്നെ നമുക്ക് ഒരു സിനിമ കാണുന്ന ഫീല് നമുക്ക് കിട്ടും. അത് എല്ലാ നറേഷനിലും ചിലപ്പോൾ എനിക്ക് കിട്ടിയെന്ന് വരില്ല. നമ്മൾ ചിലപ്പോൾ അതിൽ നിന്ന് ഡൈവേർട്ടായി പോകും, അല്ലെങ്കിൽ ആ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇങ്ങനെ ഇരിക്കാനായിട്ട് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. പക്ഷെ അഭിലാഷ് നറേഷൻ തന്ന സമയത്ത് ഭയങ്കര എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുകയും ടുവേർഡ്സ് എൻഡ് വരെ ഒരു പിടി കിട്ടാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമ്മൾ അന്വേഷണം നടത്തുമല്ലോ. അപ്പോൾ ഒരു ഓഡിയൻ എന്നുള്ള രീതിയിൽ നമ്മളൊരു ത്രില്ലർ കാണുമ്പോൾ, സിനിമ കാണുമ്പോൾ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിലുള്ള കുറേ അന്വേഷണം നടത്തുമല്ലോ. അപ്പോൾ ആ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് പിടിക്കാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനൊരു ഇത് ടുവേർഡ്സ് എൻ്റെ ഓഡിയൻസിന് ഒരു ഹൈ കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സിനിമ വിജയിക്കും. ത്രില്ലേഴ്സിൻ്റെ എപ്പോഴും അങ്ങനെയാണല്ലോ. ടുവേർഡ്സ് എൻ്റെ ഒരു സാധനം കിട്ടിക്കഴിയുമ്പോൾ ഓഡിയൻസിന് ആ ഒരു സംഭവം കിട്ടും. അപ്പോൾ ആ ഒരു സംഭവം ഡോസിലുണ്ടെന്നുള്ളതാണ് വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പ്രൊഡക്ഷനിലേക്ക് ഇറങ്ങിയത്. അപ്പം ഞാൻ പണിയെടുത്തതിന് കുറച്ച് കാശ് വാങ്ങിച്ചെന്നുള്ളൂ, അല്ലാതെ ഞാൻ പൈസ ഇട്ടിട്ടില്ല. കുറച്ച് കാശ് വാങ്ങിച്ചിട്ട് പണിയെടുത്തെന്നുള്ളൂ. ഫുൾ പണിയെടുപ്പിച്ചു. അപ്പോൾ പടം സക്സസ്ഫുൾ ആകുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എന്താ പറയുക ഈക്വലി ബെനിഫിഷ്യൽ ആണല്ലോ. എല്ലാവർക്കും ബെനിഫിഷ്യലാണ്. ഇവൺ കരിയർ വൈസ് ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഫിനാൻഷ്യൽ വൈസ് ആണെന്നുണ്ടെങ്കിലും എല്ലാം ഈക്വലി ബെനിഫിഷ്യലാണ്. അപ്പം അങ്ങനത്തെ കൊളാബറേഷൻ നല്ല സബ്ജക്റ്റുകൾക്ക് വേണ്ടി ചെയ്യുന്നതുകൊണ്ട് യാതൊരു തെറ്റില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ആ സിനിമ സംഭവിക്കുമല്ലോ. അല്ലാതെ നമ്മൾ ഈ സബ്ജക്റ്റ് അല്ലെങ്കിൽ ആ കോണ്ടന്റ് ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ ആ ഒരു കോണ്ടന്റ് അത്രയും എക്സൈറ്റ്മെന്റിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ചെയ്യാൻ സാധിക്കണം. അല്ലെങ്കിൽ അതിങ്ങനെ ഇരുന്നിരുന്ന് പോകുമ്പോൾ നമുക്കും ആ എക്സൈറ്റ്മെന്റ് പോകും. അതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റുകൾ ഇങ്ങനെ ഓരോ വെള്ളിയാഴ്ച കൂടുന്തോറും ഓഡിയൻസിൻ്റെ ഇതും മാറിക്കൊണ്ടിരിക്കുകയാണ്, ടേസ്റ്റും കാര്യങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഒരുപാട് വൈകി കഴിഞ്ഞാലും പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കോണ്ടന്റുകൾ ഇറക്കാമെന്നുള്ളൊരു ഇതിലും കൂടിയാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. സംവിധായകനോടാണ് ചോദിച്ചു. നോർമലി ഒരു ഫിലിം മേക്കറിനെ സംബന്ധിച്ച് ഒരു ഡ്രീം ഉണ്ട്, ഫസ്റ്റ് ഫിലിം എന്നുള്ളത്. റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ആ പേര് സ്ക്രീനിൽ കാണുന്ന ഒരു മൊമെന്റ് ഉണ്ടല്ലോ. ആ മൊമെന്റ് നാളെ സാധിക്കാൻ പോവുകയാണ്. അപ്പം ഇത്ര നാളും ഉണ്ടായ എഫേർട്ട്, പ്രത്യേകിച്ച് ഒരു ത്രില്ലർ സിനിമ എന്ന് പറയുമ്പോൾ പ്രേക്ഷകനെ അത് ഓരോ 10 മിനിറ്റിൽ അത് എൻഗേജ് ചെയ്യിച്ച്, അല്ലെങ്കിൽ അടുത്ത എന്തെന്നൊരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കിച്ച് നിർത്തുക എന്ന് പറയുന്നത് ചെറിയൊരു പ്രോസസ് അല്ല. അപ്പം നാളെ അതിന് റിസൾട്ട് വരാൻ പോവാണ്. എത്രത്തോളം ടെൻഷനാണ്, എത്രത്തോളം പ്രിപ്പറേഷൻസ് ഉണ്ടായിരുന്നു? അത് ടെൻഷൻ ഇല്ല എന്ന് പറയാൻ പറ്റില്ല, ടെൻഷനുണ്ട്. കാരണം അത്രയും കുറേ നാളത്തെ അധ്വാനമാണ്. ശരിക്കും പറഞ്ഞാൽ
ഞാനൊരു മീഡിയ പ്രവർത്തകനായിരുന്നു, ഏഷ്യാനെറ്റ് പ്രോഗ്രാം പ്രൊഡ്യൂസറായിരുന്നു. ഇപ്പോൾ ചോദ്യം ചോദിച്ച ബ്രോയുടെ പ്രോഗ്രാമിൽ ഞാൻ ആങ്കറായിട്ട് നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് ഒരു 5-6 വർഷം മുമ്പ് നമ്മൾ ഇടക്കാട് ബറ്റാലിയൻ്റെ ഇൻ്റർവ്യൂ ഞാനായിരുന്നു ബ്രോയാണ് ക്യാമറ ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ കുറേ വിനയൻ സാറിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ ആ സമയത്ത് എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ജീവിതത്തിൽ സിനിമയേക്കാൾ വലിയ ടിസ്റ്റുകൾ, കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഇതിലെത്തി നിൽക്കുമ്പം ടെൻഷനല്ല, കാരണം നമ്മൾ ചെയ്യാനുള്ളത് ചെയ്തു. അത് സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ തൊട്ട് അതിൻ്റെ റിസർച്ച് ചെയ്യുമ്പോൾ മുതൽ ആ സമയത്തെല്ലാം കൃത്യമായിട്ട് പണിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ വരെ നമ്മൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ബാക്കി ഞാനൊരു ഈശ്വരവിശ്വാസിയാണ്, അതുകൊണ്ട് ബാക്കി ദൈവത്തിൻ്റെ കയ്യിലും അതുപോലെ തന്നെ പ്രേക്ഷകരുടെ കയ്യിലുമാണ്. ഇത് എങ്ങനെ അവർക്ക് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. നമ്മൾ ചെയ്തു വെക്കുന്ന എല്ലാം ഇഷ്ടപ്പെട്ടോളണം എന്നില്ല, കുറച്ച് നമ്മുടെ ഇഷ്ടവും കുറച്ച് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടണം എന്നുള്ള രണ്ടും കൂടിയുള്ളൊരു മിക്സ് ആയിരിക്കും നമ്മുടെ പടം. എന്തായാലും നിരാശപ്പെടുത്തില്ല. കണ്ടിട്ട് ഒരാൾക്ക് ഉറപ്പായിട്ടും പറയാം, കാശ് പോയിന്ന് ഒരു കാരണവശാലും പറയില്ലാത്തത് എൻ്റെ ഉറപ്പാണ്, 100%. എൻ്റെ ഉറപ്പാണ്, ഞങ്ങളുടെ എല്ലാവരുടെ ഉറപ്പാണ്. തീർച്ചയായിട്ടും അത് എന്തായാലും നമ്മളെല്ലാവരും ഈ സിനിമ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് നറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അത്രയും ഇൻട്രസ്റ്റഡ് ആയിട്ട് അത്രയും എക്സൈറ്റ്മെൻറ്റിലാണ് ഈ സിനിമ ചെയ്തേക്കുന്നത്. തീർച്ചയായിട്ടും അത് ഓഡിയൻസിന് കിട്ടും എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ട്. എന്തായാലും ഒരിക്കലും മോശമാവില്ല സിനിമ. എന്തായാലും ആൾക്കാർക്കൊരു സിനിമ കണ്ടിറങ്ങി കഴിയുമ്പോൾ ഒരു ട്വിസ്റ്റ് ആൻഡ് ടേൺസ് കിട്ടിയിട്ടൊരു നല്ലൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് കിട്ടും എന്നുള്ളൊരു വിശ്വാസം തന്നെ ഉണ്ട്. തമിഴ് സിനിമയിൽ കൂടി ഞാൻ അഭിനയിക്കുമ്പോൾ എനിക്ക് അവിടെ മലയാള സിനിമയുടെ ഒരു ഇംപ്രഷൻ എന്താണെന്ന് ക്രൗഡിലായാലും അല്ലെങ്കിൽ ഇവിടുത്തെ കലാകാരന്മാരുടെ ഇടയിൽ ഉള്ള ഒരു ടോക്കായാലും ഏത് ചർച്ചകളായാലും മലയാള സിനിമയെ കുറിച്ച് അത്രയും വലിയൊരു ഓറയാണ് മലയാള സിനിമ നിൽക്കുന്നത്. അത്രയും വലിയ ഓറയിലാണ് നിൽക്കുന്നത്. അപ്പോൾ എത്രത്തോളം കൂടുതൽ നമ്മൾ ഇവിടെ നല്ല സിനിമകൾ പ്രോത്സാഹിച്ചായി അക്രോസ് ദീസ് ബോർഡേഴ്സ് മലയാള സിനിമയുടെ ഓറ ഇങ്ങനെ വലിയതായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും പാൻ ഇന്ത്യൻ ലെവലിൽ നമ്മൾ ഇന്ത്യൻ അക്രോസ് ഇന്ത്യ, നോർത്ത് ആയാലും ബോളിവുഡിലായാലും ഏത് ഇൻഡസ്ട്രിയിലായാലും മലയാള സിനിമയെക്കുറിച്ച് ഒരു ചർച്ച വേറെ ലെവലിലാണ് നിൽക്കുന്നത്. അപ്പോൾ എത്രത്തോളം നമ്മൾ എൻകറേജ് ചെയ്യുന്നു, എത്രത്തോളം നമ്മൾ പുതിയ സിനിമകളായാലും വലിയ വലിയ താരങ്ങളുടെ ആയാലും പുതിയ ടീമുകളുടെ ആയാലും ഐ എം സോ ഹാപ്പി ഫോർ വാഴ 2's ടീം. എവ്രി സിംഗിൾ ടീം ഇസ് കമ്മിങ് അപ്പ് വിത്ത് സംതിങ് വേർ അവർ മലയാള സിനിമ ഒരിക്കലും ഇനി എന്താ പറയുക, ഇനി അപ്സ്കെയിലേ ഉള്ളൂ, ഇനി ഈവൻ ഇൻ വേൾഡ് ലെവൽ. അപ്പോൾ ഞാൻ പറയുന്നത് ഐ തിങ്ക് ഡോസ് ക്യാൻ കോൺഫിഡൻ്റ്ലി ജോയിൻ ദറ്റ് ലിസ്റ്റ് ഓഫ് ഗുഡ് സിനിമ. സോ പ്ലീസ് ഡു സപ്പോർട്ട്. താങ്ക് യു. ചേട്ടാ, നോർമലി പറയുന്ന പോലെ ഒരു പ്രക്രിയയാണ്. അതായത് ഒരു വലിയ വലിയ പടങ്ങൾ വരും, വലിയ താരങ്ങളുടെ പടങ്ങൾ വരുമ്പോൾ ബാക്കിയുള്ള പടങ്ങളൊന്നും മാറ്റി പിടിക്കും. കാരണം വെച്ചാൽ ഒന്ന് സേഫ് ആവാനല്ല, തിയേറ്ററിൽ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പം ഇന്ന് ദൃശ്യം ഇറങ്ങി തിയേറ്ററിൽ നല്ല റെസ്പോൺസുകൾ വന്നിട്ട് നല്ല കാര്യം. അപ്പം നാളെ തന്നെ ഈ സിനിമ ഇറക്കുമ്പോൾ പേടിയുണ്ട് ശരിക്കും പറഞ്ഞാൽ, തിയേറ്ററുകളിൽ എങ്ങനെയായിരിക്കും റിയാക്ഷൻ? ഇല്ല, അങ്ങനെ പേടിയില്ല. കാരണം ദൃശ്യം എന്തായാലും ഹിറ്റായി, അപ്പോൾ എന്തായാലും ഓവർഫ്ലോ ഉണ്ടാവും. ആ ഓവർഫ്ലോ വന്ന് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ സന്തോഷം. എന്താ പറയുക, വാഴ നയുമ്പോൾ ഹാപ്പി വെഡിങ് ഇറങ്ങുന്ന സമയത്തും അങ്ങനെ തന്നെയായിരുന്നു. ആരെൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചു, സൈലൻ്റായിട്ട് വന്ന്, നീ അല്ലടാ ചോദിച്ചെൻ്റെ അടുത്ത്, ആരാണ് ചോദിച്ചത്? നീയാണ് ചോദിച്ചത്. സൈലൻ്റായിട്ട് വന്ന് ഹിറ്റ് അടിക്കാനുള്ള പരിപാടിയില്ലായിരുന്നു. ഹാപ്പി വെഡിങ് അതുപോലെ ആയിരുന്നു, സൈലൻ്റായിട്ട് വന്ന് അങ്ങനെ ഹിറ്റ് അടിച്ചായിരുന്നു. അറിയില്ല, ഞാനും ദൃശ്യം 10 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും വരികയാണ്. അപ്പോൾ സൈലൻ്റായിട്ട് ഹിറ്റ് അടിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അവിടെ ദൃശ്യം, ഇവിടെ ദൃശ്യ. അതന്നെ, അവിടെ ദൃശ്യം, ഇവിടെ ദൃശ്യ. അല്ല, ഞാൻ പറയുന്നത് ആളുകൾ തിയേറ്ററിലേക്ക് വരുന്നൊരു ടൈമിൽ ഈ സിനിമ ഇറക്കാൻ പറ്റിയുള്ളൊരു സന്തോഷമുണ്ട്. കാരണം ആളുകൾ തിയേറ്ററിലേക്ക് വരണല്ലോ. അപ്പോൾ ദൃശ്യം ഹിറ്റായതോടുകൂടി തന്നെ ആളുകൾ എന്തായാലും തിയേറ്ററിൽ സിനിമ കാണാൻ വരും. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വാഴ നനയുമ്പോൾ അതിൻ്റെ ഒപ്പം ഞാനെന്ന ചീരയും ഞങ്ങളെ ചെറിയ ചെറിയ ചീരയൊക്കെ ഒന്ന് നനഞ്ഞോട്ടെ. അപ്പോൾ എല്ലാ സിനിമയും വിജയിക്കണം. അതെ അതെ, നല്ല സിനിമ വിജയിക്കണം. എല്ലാവരും ഓഡിയൻസിനെ എന്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണല്ലോ എഫേർട്ട് എടുത്ത് അങ്ങനെ ചെയ്യുന്ന ഒരു എന്റർടൈൻമെന്റ് ബിസിനസ് ആണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ സിനിമകളും വിജയിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടുകൂടി എല്ലാവരും സിനിമകൾ ചെയ്യുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ പേടിച്ചിട്ട് കാര്യമില്ല. നമ്മളിപ്പോൾ ലാലേട്ടൻ തന്നെ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, അതായത് സിനിമ ചെയ്ത് കഴിഞ്ഞു, അത് ചെയ്ത് ഓൾറെഡി നമ്മൾ ചെയ്ത് കഴിഞ്ഞു, അതിൻ്റെ പ്രോസസ്സ് കഴിഞ്ഞു. ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളത് തിയേറ്ററിൽ വന്നു കഴിയുമ്പോൾ എന്താണോ കിട്ടുന്നത് അത് എടുക്കുക, എന്താണെങ്കിലും. അപ്പോൾ നമ്മൾ
അതിനെ പേടിച്ചിരുന്നിട്ടോ അങ്ങനെ കാര്യമില്ല. എനിക്കിപ്പോൾ അങ്ങനത്തെ എക്സ്പീരിയൻസ് ഒരുപാടായി. എല്ലാം ഓരോ വെള്ളിയാഴ്ചകൾ ഇപ്പോൾ അഭിലാഷനാണിതിപ്പോൾ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ഒരാളാണ്, ആദ്യത്തെ സിനിമയാണ് അന്ന്. ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് അഭിലാഷിൻ്റെ. അപ്പോൾ അഭിലാഷിന് എന്തായാലും നല്ല ടെൻഷൻ ഉണ്ടാവും. കാരണം അഭിലാഷ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അപ്പം തന്നെ ടെൻഷൻ അടിച്ചൊക്കെ നടക്കുന്നതാണ്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, അത് ഏറ്റവും നന്നായിട്ട് ഔട്ട്പുട്ട് ഉണ്ടാക്കിയെടുക്കാന്നുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഡോസ് ഉണ്ടാക്കിയ ആൾ ഈ ടെൻഷന്റെ ഡോസിനെ കുറിച്ച് അറിയില്ല. അതെ, ടെൻഷന് എന്ത് ഡോസ് എടുക്കാം. അപ്പം എന്തായാലും ആദ്യത്തെ സിനിമ ഇറങ്ങുമ്പോൾ ടെൻഷൻ എന്തായാലും ഉണ്ടാവും. ഞാനതൊക്കെ മാനേജ് ചെയ്യാനായിട്ട് കുറച്ച് ഇപ്പോൾ പഠിച്ചു. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ നേരത്തെ ഇതുണ്ട്. പക്ഷെ ഈ സിനിമ വിജയിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഭയങ്കരമായിട്ടുണ്ട്. കാരണം നമുക്കതുപോലത്തെ സിനിമകൾ ചെയ്യാനായിട്ട് ഓരോ സിനിമ ഹിറ്റടിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ വരും. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അഭിലാഷ് എന്ന് പറയുന്നൊരു മേക്കർ ഇവിടെ മലയാള സിനിമയിൽ വരണം എന്നുള്ളതുണ്ട്. നമ്മൾ അടുത്ത പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് എത്രയും പെട്ടെന്ന് തന്നെ സിനിമയാക്കിയിട്ട് അത് ഒരുപാട് വൈകി, അത് എത്രയും പെട്ടെന്ന് തന്നെ സിനിമയാക്കി ഓഡിയൻസിന് മുന്നിൽ എത്തിക്കണമെന്ന് ആഗ്രഹമുണ്ട്. വേണമെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് നേരെ ഇറങ്ങാം. മീശയാണ് പോലീസ്, അത് പോലീസ് ക്യാരക്ടർ തന്നെയാണ് അതിനകത്ത്. അതെ, നേരെ അതിലേക്ക് വേണമെങ്കിൽ കയറാം. അപ്പൊ ആ എന്താ സാർ ഇതിൽ അഭിനയിക്കുന്നുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സാർ ആ ക്യാരക്ടർ നോക്കണം, പടത്തിന്റെ മറ്റ് ചെലവുകളും നോക്കണം. ആ പ്രോസസ്സ് എങ്ങനെ സാർ എൻജോയ് ചെയ്യുന്നതാണോ? ഞാൻ ഇതിനകത്ത് ചെലവുകളൊന്നും നോക്കിയിട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ പണിയെടുക്കുന്നതിൻ്റെ കാശ് കുറച്ച് വാങ്ങിച്ചിട്ടുള്ളൂ, അല്ലാതെ ഞാൻ ഫണ്ട് ഇതിനകത്ത് ഇട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ടെൻഷൻ്റെ ആവശ്യമില്ലല്ലോ. ഫ്രീ ആണ് പണിയെടുക്കുന്നത്, ഫ്രീ ആയിട്ട്. അതെ, ഷാൻഡോ ബ്രോയ്ക്ക് ആയിരിക്കും ടെൻഷൻ ഉണ്ടാവുക. അതുപോലെ സാറേ, നടന്മാർ പൊതുവെ ഇപ്പോൾ പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ അതുപോലത്തെ സിനിമകൾ വരുമ്പോൾ സിനിമക്ക് ഗുണം ചെയ്യുമോ? ഉണ്ടാവുമല്ലോ, ഗുണം ചെയ്യുമല്ലോ. അപ്പോൾ അവർക്കും ഗുണം ചെയ്യും. എന്തോരം പേര് ഇപ്പോൾ റീസെൻ്റ്ലി ടെക്നീഷ്യൻസ് ആണല്ലോ കൂടുതലും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഞാനും പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് സിനിമകൾ, പക്ഷെ മെയിൻ സ്ട്രീം സിനിമകളെല്ലാം അതിലേക്ക് ഇറങ്ങിയിട്ടില്ല. ഞാനിപ്പോൾ ചെയ്തത് ഇൻഡിപെൻഡൻറ്റ് പാരലൽ മൂവീസാണ് ഞാൻ പ്രൊഡ്യൂസ് ചെയ്തത്. സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സിനിമയാണ് വാസന്തി. അതെ, സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് ആസ് എ പ്രൊഡ്യൂസർ. ആസ് എൻ ആക്ടർ കിട്ടിയിട്ടില്ല, അത് പിന്നീട് ഞാൻ വാങ്ങിക്കും. ഡോസിന് അതെ കിട്ടട്ടെ. അപ്പോൾ എന്താ ചോദിച്ചിരുന്നത്? അതായത് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, നടന്മാർ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പ്രശ്നമുണ്ടെന്നാണ്? അല്ല, അതിൻ്റെ ഒരു, അതായത് ഇപ്പോൾ നടന്മാരാകുമ്പോൾ ആ സിനിമയുടെ ക്യാരക്ടറും അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ അത് നോക്കണം. പ്രൊഡക്ഷൻ അല്ല, സൈഡ് അതിപ്പോൾ എന്താ പറയുക, ഇപ്പോൾ നടന്മാർ, ഇപ്പോൾ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഒരു മാനേജർ ഉണ്ടാവും, അവർ ഹാൻഡിൽ ചെയ്യുന്ന പരിപാടിയാണ് ചെയ്യുക. നമ്മൾ അഭിനയിക്കുന്ന സമയത്ത് പ്രൊഡക്ഷൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് ഇടപെടാതിരിക്കുകയാണ് ഏറ്റവും നല്ല കാര്യം. കാരണം ഓവർബർഡനാവും അതിൽ. അഭിനയിക്കാനൊരു ഇതുണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ പ്രൊഡക്ഷൻ്റെ ഇതിൽ ഒരുപാട് തലയിട്ട് ഇത് കഴിഞ്ഞ പ്രശ്നം. ഇപ്പോൾ എല്ലാ ആക്ടേഴ്സിനും അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുന്ന ആളുകൾ, ഒരു ടീമുണ്ടാവും അവരുടെ കൂടെ. അതുപോലെ തന്നെ ഓപ്പോസിറ്റിന് ഇപ്പോൾ മറ്റ് സിനിമകളെ, ഇപ്പോൾ വലിയ സിനിമകളൊക്കെ ഇറങ്ങുന്നുണ്ട് നമ്മളെ സിനിമ ഇറങ്ങുന്ന സമയത്ത് തന്നെ. അപ്പോൾ അത് നോക്കുന്നുണ്ടോ? അതായത് ഇപ്പോൾ മോഹൻലാലായിക്കോട്ടെ, മമ്മൂക്കായിക്കോട്ടെ, മറ്റേത് താരങ്ങളായിക്കോട്ടെ, നമ്മളൊരു സിനിമ ഇറങ്ങുന്ന സമയത്ത് ഓപ്പോസിറ്റ് ചെയ്ത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് ഓപ്പോസിറ്റ് എന്നുള്ളൊരു ഫാക്ടറില്ല. നമ്മളെല്ലാവരും എൻ്റർടൈൻമെൻറ്റ് ഇതിൽ ഫീൽഡിൽ നിൽക്കുന്നതാണ്. അപ്പോൾ ഓപ്പോസിറ്റ് എന്നോ അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ തിയേറ്ററിലേക്ക്, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ദൃശ്യം എന്ന് പറയുന്ന സിനിമ ഹിറ്റ് ആയതുകൊണ്ട് തന്നെ തിയേറ്ററിലേക്ക് ആളുകൾ വരികയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഹെൽപ്ഫുള്ളാണ്. ആ സിനിമ ഹിറ്റാകുമ്പോൾ തിയേറ്ററിലേക്ക് ആൾക്കാർ വരുമ്പോൾ ടിക്കറ്റ് കിട്ടാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സിനിമയ്ക്ക് ഒരു അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനും ആൾക്കാർ കയറും. ഇപ്പോൾ മോഹിനിയാട്ടം അങ്ങനെ ആയിരുന്നല്ലോ. ഇപ്പോൾ സവിശേഷൻ്റെ മോഹിനിയാട്ടം ഇപ്പോൾ വർക്ക് ചെയ്തപ്പോൾ വാഴ ഭയങ്കര ഹിറ്റായിട്ടിരിക്കുന്ന സമയത്ത് മോഹിനിയാട്ടം വന്നു. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ അതും ഒരുമിച്ച് കയറി. അത് നല്ല സിനിമ ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഈ സിനിമയിലും പ്രതീക്ഷയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നല്ലതാണ്. ഒരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഒരു ഓപ്പോസിഷൻ അങ്ങനത്തെ ഒരു സാധനമൊന്നും ചിന്തിക്കുന്നേ ഇല്ല. കാരണം എല്ലാ സിനിമകളും വിജയിക്കണം. ഇപ്പോൾ എല്ലാ സിനിമകൾ അല്ലെങ്കിൽ മലയാള സിനിമകൾ വിജയിക്കുമ്പോൾ അത്രത്തോളം എന്താ പറയുക, ഈ ഇൻഡസ്ട്രിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ആളുകൾ വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും പണി കിട്ടുന്നൊരു അവസരമല്ലേ. അപ്പോൾ പണിയില്ലാണ്ടിരിക്കാൻ ഞങ്ങൾ വിചാരിക്കില്ലല്ലോ. സിനിമ നല്ലതാണെന്നുണ്ടെങ്കിൽ ഓഡിയൻസ് അത് വിജയിപ്പിക്കും. അതിലെന്തെങ്കിലും ഒരു ജെന്യൂൻ ആയിട്ടുള്ളൊരു എഫേർട്ട് കണ്ടു കഴിഞ്ഞാൽ ഓഡിയൻസ് തീർച്ചയായിട്ടും അത്
ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും ഒരുപാട് എൻകറേജിങ് ആവും. പിന്നെ തന്നെ തീർച്ചയായിട്ടും തിയേറ്റർ ബിസിനസ്സൊക്കെ റണ്ണാവുന്ന അങ്ങനെയല്ലേ, നല്ല പടങ്ങൾ ഹിറ്റ് ആവുമ്പോഴാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അതെ. അപ്പം അവിടെ ആസ്വാദനത്തിന്റെ അളവ് കുറയുമ്പോൾ ജഡ്ജ്മെന്റൽ ആവുകയാണ്. അപ്പം ശരിക്കും പറഞ്ഞ ഒരു ഓഡിയൻസിനെ സാറ്റിസ്ഫൈ ചെയ്യുക എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് എത്രത്തോളം ടഫാണ്. എന്ന് പറഞ്ഞാൽ ആസ്വാദനത്തിൻ്റെ അളവ് കൂട്ടുക എന്നുള്ളതാണ് ഇതിനുള്ളൊരു ഏക വഴി, അല്ലാതെ വേറൊരു വഴിയില്ല. നമ്മൾ ചെയ്യുന്ന പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന സിനിമകൾ ആൾക്കാർക്ക് ആസ്വദിക്കാവുന്ന രീതിയിൽ, ക്വാളിറ്റിയിൽ ഓഡിയൻസിന് അല്ലെങ്കിൽ ഒരു നിമിഷം പോലും അതിൽ നിന്ന് കണ്ണെടുക്കാൻ മാറ്റാൻ പറ്റാത്ത രീതിയിൽ ഓഡിയൻസിനെ അവിടെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, പണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ സിനിമയുടെ ടെക്നിക്കാലിറ്റീസോ, ഞാൻ സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് സിനിമാറ്റോഗ്രാഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയില്ല, എഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയില്ല, ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയില്ല, ഇതൊന്നും അറിയില്ല. പക്ഷെ ഇന്നത്തെ ഒരു ജനത എന്ന് പറയുന്ന അല്ലെങ്കിൽ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ സിനിമയുടെ ടെക്നിക്കാലിറ്റീസും കട്ട്സ് എവിടെ പോകുന്നു ഇതെല്ലാം അറിയാം, എവിടെ ലൈറ്റ് വെച്ചേക്കുന്നു ഇതൊക്കെ ഓഡിയൻസിന് അറിയാം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടി നമുക്ക് എന്താ പറയുക, ഓഡിയൻസിനെ എൻഗേജ്ഡ് ആക്കി ഇരുത്താൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. പക്ഷേ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോണ്ടന്റ് എത്രത്തോളം ഭംഗിയായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്ത് ഒരു സിനിമാറ്റിക് രൂപമാണെങ്കിൽ സിനിമ ഏറ്റവും ആസ്വദിക്കാവുന്ന രീതിയിൽ ഓഡിയൻസിലേക്ക് എത്തിച്ചാൽ തീർച്ചയായിട്ടും ഓഡിയൻസ് അതിൽ നിന്ന് കണ്ണെടുക്കില്ല. അങ്ങനത്തെ സിനിമകൾ തന്നെയാണ് വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ആൾക്കാരെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന, അവരെ എൻ്റർടൈൻ ചെയ്യിക്കുന്ന സിനിമകൾ മാത്രമേ ഇപ്പോൾ വിജയിക്കുന്നുള്ളൂ. അപ്പോൾ ആൾക്കാർ ഭയങ്കര ചൂസിയാണ്. ഇപ്പോൾ എത്ര പ്രൊമോഷനും PR വർക്ക് ചെയ്ത് കഴിഞ്ഞാലും തിയേറ്ററിൽ ആൾക്കാർ കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായം വേർഡ് ഓഫ് മൗത്തിലൂടെ പറഞ്ഞ് കേട്ട് കഴിഞ്ഞാൽ മാത്രമേ ആൾക്കാർ പോകുന്നുള്ളൂ. അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ട്. കാരണം ഒരുപാട് PR വർക്ക് നമ്മളെല്ലാം മാർക്കറ്റിംഗ് ഇത് ചെയ്യണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സിനിമ ഇറങ്ങണ്ടെന്നുള്ളത് അറിയാനായിട്ടുള്ള മാർഗം ഇതാണ്. അപ്പോൾ എല്ലാവരിലേക്ക് സിനിമ ഇറങ്ങുന്നുണ്ടെന്നുള്ളത് എത്തിക്കണം. അത് കഴിഞ്ഞിട്ടുള്ളത്, സിനിമ കണ്ടു കഴിഞ്ഞിട്ടുള്ളത് ബാക്കി അവരുടെ കയ്യിലാണ്. അവർ എന്താ പറയുക, മൗത്ത് പബ്ലിസിറ്റിയിലൂടെ നല്ല വേർഡ് സ്പ്രെഡ് ചെയ്യുമ്പോഴാണ് അങ്ങനെ ഉണ്ട്. ഇപ്പോൾ ഹാപ്പി വെഡ്ഡിങ്ങിൽ അങ്ങനെയായിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് ഷോ ഇവിടെ പത്മയിൽ കാണാൻ പോകുന്ന സമയത്ത് ഞങ്ങൾ കുറച്ച് പേരുള്ളൂ. എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, ദൃശ്യയുടെ ഫാമിലി, അങ്ങനെ കുറച്ച് പേരുള്ളൂ ഹാപ്പി വെഡ്ഡിങ് ഫസ്റ്റ് ഷോ കാണാനായിട്ട്. പക്ഷേ മാറ്റ്നി തൊട്ട് പടം കയറി, അതായത് അഭിപ്രായങ്ങൾ വന്നു തുടങ്ങി. അപ്പോൾ അന്ന് ഞാനാണെന്നുണ്ടെങ്കിലും ഒരു ലീഡ് റോള് ചെയ്തിട്ടില്ല. ഞാൻ അന്ന് പ്രേമം വരെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൂ. ക്യാരക്ടർ റോൾസാണ് ചെയ്തത്. ഒരു ലീഡ് ക്യാരക്ടർ ചെയ്യുന്നത് ഹാപ്പി വെഡ്ഡിങ്ങിലാണ്. അപ്പോൾ അന്ന് എന്നെയും ഓഡിയൻസിന് അത്രയും പരിചയം ആയി വന്നിട്ടില്ല, അല്ലെങ്കിൽ ഒരു ഹീറോ എന്നുള്ള രീതിയിൽ ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു രീതിയിലേക്ക് എത്തിയിട്ടില്ല, അത്രയും പ്രൂവ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ സമയത്തൊരു ഇനീഷ്യൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഒരു ആദ്യത്തെ ഷോ കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന പോലെ ഓഡിയൻസ് എല്ലാം തന്നെ സിനിമ കണ്ട് ഇഷ്ടപ്പെട്ടപ്പോൾ എന്താ പറയുക, വേർഡ് ഓഫ് മൗത്ത് വഴി പടം ഭയങ്കരമായിട്ട് കയറി ഒരു 105 ദിവസം സിനിമ ഓടി. അപ്പം അങ്ങനൊരു ഭാഗ്യം അന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നും അതാണ് വർക്ക് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇപ്പോൾ ഞാൻ സിനിമ കണ്ടു കഴിഞ്ഞാൽ ആ സിനിമ കണ്ടിട്ട് അത് കൊള്ളാടാന്ന് ഒരാളുടെ അടുത്ത് പറയുമ്പോൾ അവർക്കും കാണാനായിട്ട് തോന്നും. അത്രേ ഉള്ളൂ. വേറെ എൻ്റർടൈൻമെൻ്റ് ഒന്നുമില്ല നമ്മുടെ ഇവിടെ. അധികം എൻ്റർടൈൻമെൻറ്റ്സും പരിപാടികളൊന്നും ഇല്ലല്ലോ. സിനിമയും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ, ഫുഡ് അടിക്കാൻ പുറത്ത് പോവുക, ലുലു കാണാൻ പോവുക, അല്ലെങ്കിൽ കുറച്ച് ബീച്ച് ഏരിയ, ഇതൊക്കെയല്ലേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നല്ല സിനിമയാണെങ്കിൽ പ്രേക്ഷകർ ഏറ്റെടുക്കും. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഭയങ്കരമായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. കാരണം എല്ലാ സിനിമയും ഓഡിയൻസിന് കാണാൻ പോകാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ല. എല്ലാ ആഴ്ചയിലും ഇത്ര പൈസ ഇറക്കാൻ പറഞ്ഞു. പക്ഷേ ആൾക്കാർക്ക് തിയേറ്റർ മസ്റ്റ് വാച്ച് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തിയേറ്ററിലേക്ക് പോകും. അപ്പം അത് തന്നെയാണ് ഞങ്ങളുടെയും പ്രതീക്ഷ. ഞാനും വാർത്തകൾ കേട്ടായിരുന്നു, ദൃശ്യം വാർത്തകൾ കേട്ടായിരുന്നു. അറിയില്ല, അത് നമ്മളന്ന് ഹാപ്പി വെഡ്ഡിങ് ചെയ്യുന്ന സമയത്ത്, ആ പടം ഹിറ്റായി കഴിഞ്ഞ സമയത്ത് അന്ന് അങ്ങനെ ഒരു പ്ലാനൊക്കെ ഇങ്ങനെ ഒമർ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ അത് നടന്നില്ല. പിന്നെ അങ്ങനെ ഞങ്ങൾ പിന്നെ കല്യാണം കഴിഞ്ഞില്ല. ഞങ്ങളുടെ ഹാപ്പി വെഡ്ഡിങ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ആ ഭാഗത്തേക്ക് പിന്നെ നോക്കിയില്ല. അന്ന് എനിക്കൊണ്ട് ഷറഫിൻ്റെ ക്യാരക്ടറിൻ്റെ കല്യാണം എന്നൊക്കെ അന്ന് പറയുന്നുണ്ടായിരുന്നു. മനു എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ കല്യാണം എന്നൊക്കെ പറഞ്ഞ് അന്നിങ്ങനെ ഒരു ഡിസ്കഷനൊക്കെ പോയായിരുന്നു. പിന്നീട് അങ്ങോട്ട് നടന്നില്ല, അങ്ങോട്ടേക്ക് പോയില്ല. അറിയില്ല, ഈ അടുത്താണ് ഞാനിങ്ങനെ ഓൺലൈനിലൂടെയാണ് ഞാൻ കണ്ടത്. അതെ 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 അതെ, നമുക്ക് ഒഫീഷ്യലി അങ്ങനത്തെ ഒരു ഇത് നമ്മുടെ അടുത്ത് സംസാരിച്ചിട്ടില്ല. അങ്ങനെ കാര്യം ഞാനും ഓൺലൈനിൽ തന്നെ കണ്ടതാണ്. ഒഫീഷ്യലി നമുക്ക് അങ്ങനത്തെ ഒരു
ഇൻഫർമേഷൻ ഇല്ലാതെ നമ്മളത് പറയുന്നതുകൊണ്ട് കാര്യമില്ലല്ലോ. ഞാനും ഓൺലൈനിൽ തന്നെ പറഞ്ഞേക്കുന്ന. സെക്കൻഡ് ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഇപ്പോൾ ഒരു ഡോക്ടറിനെ കാണാൻ പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ ഒരു ഡോക്ടറിനെ കാണാൻ പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ കൺസൾട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവിടെ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ നമ്മൾ സുഹൃത്തുക്കളുടെ അടുത്ത് ഇവരടുത്തൊക്കെ ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇച്ചിരി ഡാർക്ക് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ നമ്മൾ ഇത് വീട്ടിലൊക്കെ എന്ന് പറയുമ്പോൾ നമുക്കൊരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാമെന്നൊക്കെ പറയുമല്ലോ. അപ്പം അങ്ങനത്തെ രീതിയിൽ എടുത്തിട്ടുള്ളൂ. അർത്ഥതലങ്ങൾ പടത്തിൽ വേറെ ഉണ്ട്. പടം കണ്ടു കഴിയുമ്പോഴേ മനസ്സിലാവുള്ളൂ എന്താന്നുള്ളത്. അതിപ്പോൾ പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു രീതിയിലാണ് എടുത്തേക്കുന്നത്. മെഡിക്കലി ഇപ്പോൾ ഹോസ്പിറ്റലിൽ നടക്കുന്ന വലിയെങ്കിലും ഇഷ്യൂ ഒക്കെ ഇതിൽ പരാമർശിക്കുന്നുണ്ടോ? സൊസൈറ്റിയോട് എന്തെങ്കിലും പറയുന്ന അങ്ങനെ? ഇല്ല, അങ്ങനത്തെ ഭീകരമായിട്ടുള്ള ഇതൊരു ഫിക്ഷനാണ്. നമ്മൾ റിയൽ ഇൻസിഡൻസിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുണ്ടെങ്കിലും ഇത് ഫിക്ഷണൽ സ്റ്റോറിയാണ്, ഒരു സിനിമയാണ്. സിനിമയായിട്ട് കണ്ടാൽ മതി. ഇതിനൊരു ആരെയും മോശപ്പെടുത്താനോ അതെ. ഏതിലായിരിക്കും, അതായത് മെഡിക്കൽ സംബന്ധമായിട്ടുള്ള ക്രൈമുകൾ പലതിലും ടച്ച് ചെയ്യുന്നുണ്ട്. അത് ഏതിലാണ് ലാൻഡ് ചെയ്യുന്നുള്ള സിനിമ കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അതാണ്. അശ്വിൻ ബ്രോ, ഹലോ. താങ്കളുടെ ആക്ടിങ്ങിലൊക്കെ ഒരു കമൽഹാസൻ ടച്ച് കിടക്കുന്നുണ്ടെന്ന് ഒരു അഭിപ്രായമുണ്ട്. അപ്പോൾ താങ്കൾക്ക് ഒരു ക്യാരക്ടർ വരുമ്പോൾ ഏതായി കമൽഹാസൻ? കമൽഹാസൻ ആക്ടർ. അല്ലല്ല, ഇവിടെ. അപ്പോൾ ഈ അല്ലല്ല, അത് താങ്കളതൊന്നും വീണ്ടും പറഞ്ഞേ. പൊതുവെ താങ്കളുടെ ഈ ആക്ടിങ് സ്റ്റൈൽ ഒരു കമൽഹാസൻ ടച്ച് കിടപ്പുണ്ട് നമുക്കൊക്കെ തോന്നാറുണ്ട്. ആർക്ക്? ഞങ്ങൾക്കൊക്കെ തോന്നിയിട്ടുണ്ട്, കുറച്ച് പേർക്ക്. നിങ്ങളുടെ ഒരു അതെ അതെ അതെ. പൊതുവെ താങ്കൾ ഈ അത് കമൽഹാസനെ ഇമിറ്റേറ്റ് ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ട് തോന്നാറ്. പൊതുവെ ഒരു കമൽഹാസൻ, പിന്നെ താങ്കൾ അദ്ദേഹത്തിന്റെ ഒരു പാട്ടൊക്കെ വെച്ചിട്ട് ഒരു റീലൊക്കെ പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമായിരുന്നു കമൽഹാസൻ. എന്റെ പടത്തിലൊക്കെ കമൽഹാസൻ പറയുന്നവരുണ്ട്, ഞാൻ കേട്ടിട്ടില്ല. പുതിയതാണ്. ഓക്കെ. അപ്പോൾ ഈ പൊതുവെ ഇങ്ങനെ നമുക്ക് തോന്നിയോണ്ട് ചോദിക്കുകയാണ്. അപ്പോൾ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു ക്യാരക്ടർ ബ്രദർക്ക് അത് തോന്നുകയാണെങ്കിൽ ബ്രദർ അത് തുറന്നു പറഞ്ഞു. എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. മതി. അപ്പോൾ ഈ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു ക്യാരക്ടർ വരുമ്പോൾ ഇപ്പോൾ കമൽഹാസൻ ഇങ്ങനെ ആയിരിക്കും എന്നൊരു റെഫറൻസ് എടുക്കാറുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇമോഷണൽ യാതൊരു ബന്ധവുമില്ല. സ്റ്റക്കായി പോകുമ്പോൾ അങ്ങനെ ഇല്ല, ഒന്നും ചെയ്യാറില്ല. ഇല്ല. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ഇനി എനിക്ക് ശ്രീചേട്ടനോടാണ് ചോദിക്കാറുള്ളത്. ശ്രീചേട്ടാ, ഇപ്പോൾ 19-ാം നൂറ്റാണ്ടൊരു വമ്പൻ സിനിമയായിരുന്നു വിനയൻ സാറിൻ്റെ സിനിമ. അത് ഒരു വലിയ ഒരു സ്റ്റാർഡം പോലത്തെ ഒരു റോളൊക്കെ ആയിരുന്നു. പിന്നീട് അത്തരം ഒരു മാസ് ഒരു വലിയ സിനിമകൾ താങ്കൾ ചൂസ് ചെയ്യാത്തതാണോ, താങ്കളെ തേടി വരാത്തതാണോ? അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് മീഡിയയും സിനിമാക്കാരും എല്ലാവരും പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെയൊന്നും വീണ്ടും കാണാൻ പറ്റാത്തത്? ആഗ്രഹമുണ്ട്, എല്ലാവരും പറയുന്നുണ്ട്. അല്ല, അത് 19-ാം നൂറ്റാണ്ടെന്ന് പറയുന്ന സിനിമ ഞാൻ 2020 അപ്പോൾ 10 years 10 വർഷം സിനിമ കരിയറിൽ നിന്ന് കഴിഞ്ഞപ്പോഴാണ്, 10 വർഷം കഴിഞ്ഞപ്പോഴാണ് സംഭവിച്ചത്. അപ്പോൾ എന്തുകൊണ്ടത് 1 വർഷം കഴിഞ്ഞപ്പോൾ സംഭവിച്ചില്ല എന്ന് ചോദിച്ച പോലത്തെ ഒരു ചോദ്യമാണത്. അത് ഓരോന്നിനോരോ സമയമുണ്ട് അത് സംഭവിക്കാനായിട്ട്. ഞാനത് അന്ന് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അങ്ങനെ ഒരു സിനിമ സംഭവിച്ചത്. ഇന്നും ആഗ്രഹിക്കുന്നുണ്ട് വലിയ വലിയ സിനിമകൾ വരാനായിട്ട്. പക്ഷേ ഞാൻ പറയുന്നത് ഇപ്പം മലയാളത്തിൽ എപ്പോഴും മലയാള സിനിമയ്ക്ക് എപ്പോഴും റെക്കഗ്നീഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത് മറ്റേ ക്യാൻവാസോ അല്ലെങ്കിൽ ബിഗ് ബഡ്ജറ്റോ അങ്ങനെ സംഭവങ്ങളല്ല, കോണ്ടന്റിലാണ് എപ്പോഴും മലയാള സിനിമ ഈ പറയുന്ന പോലെ പാൻ വേൾഡ് എല്ലാ ഇൻഡസ്ട്രി ബാക്കി എല്ലാ ഇൻഡസ്ട്രികളും ഇങ്ങോട്ടേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കോണ്ടന്റുകളാണ്. ഇവിടെ എന്താ പറയുക, വളരെ ചെറിയ ഇൻസിഡൻറ്റിൽ നിന്ന് വളരെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും ഇൻസിഡൻറ്റിൽ നിന്നൊക്കെ ഒരു സിനിമ ഫുള്ള് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പം മഹേഷിൻ്റെ പ്രതികാരം എന്ന് പറയുന്ന സിനിമ ചെറിയൊരു ഇൻസിഡൻറ്റ്, ഒരു തല്ല് കിട്ടിയെന്ന് അവിടെ നിന്ന് ഇത് ചെയ്തു പോകുന്ന ഇൻസിഡൻ്റാണ്. അപ്പോൾ ഇതൊന്നും ബാക്കിയുള്ള ഇൻഡസ്ട്രിയിൽ ചിലപ്പോൾ അത് ചിന്തിക്കുക പോലും ഇല്ല. അപ്പം നമ്മൾ ഈ ക്യാൻവാസും ഇതൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ കോണ്ടന്റ് എന്ന് പറയുന്ന ഇതിലാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ പണ്ടും അങ്ങനെ തന്നെയായിരുന്നു. പണ്ടും നമ്മൾ ഇത്രയും ടെക്നിക്കലി ഭയങ്കര സൗണ്ടായിട്ടുള്ള ഒരു ഇൻഡസ്ട്രി ഒന്നും ആയിരുന്നില്ല. നമുക്ക് അത്രയും ഭീകര പ്രൊഡക്ഷൻ കോസ്റ്റൊന്നും ബെയർ ചെയ്യാൻ പറ്റുന്നൊരു ഇൻഡസ്ട്രി ആയിരുന്നില്ല. അന്നും നമ്മൾ കോണ്ടന്റ് എന്ന് പറയുന്ന സാധനത്തിലാണ് പിടിച്ചു നിന്നിരുന്നത്. ഇന്നും അത് തന്നെയാണ് പിടിച്ചേക്കുന്നത്. അപ്പോൾ എന്താ പറയുക, വലിയ സിനിമകൾ സംഭവിക്കുന്ന സമയത്ത് സംഭവിക്കട്ടെ, കുഴപ്പമില്ല. നല്ല കോണ്ടന്റുകൾ നോക്കിയിട്ട് ഓഡിയൻസിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പം എൻ്റെ ഒരു ലക്ഷ്യം. അപ്പോൾ അതിനുവേണ്ടി നോക്കിക്കൊണ്ടിരിക്കുന്നു.
ഇപ്പോൾ വിനയൻ സാറിൻ്റെ തന്നെ അടുത്തൊരു പരിപാടി സംസാരം നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എഴുത്ത് പരിപാടികളൊക്കെ ആയിട്ട് സാർ ഇരിക്കുകയാണ്. അപ്പോൾ ഇതിനിടയിൽ വലിയ വലിയ കോണ്ടന്റുകളും അല്ലെങ്കിൽ നല്ല കോണ്ടന്റുകൾ ആയിട്ട് ഈ പറയുന്ന പോലെ നല്ല റൈറ്റേഴ്സും ആൾക്കാരൊക്കെ വരുന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. അപ്പം അങ്ങനെ നല്ല സിനിമകൾ സംഭവിക്കട്ടെ. ഇപ്പോൾ ഇതിൻ്റെ വലിപ്പം നമ്മൾ നിശ്ചയിക്കേണ്ടത് ഈ പറയുന്ന പോലെ ബിഗ് ബഡ്ജറ്റിലല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ? നല്ല കോണ്ടന്റ്. ഈ പ്രേമം ഗ്യാങ് എന്നൊക്കെ നിങ്ങൾ അറിയപ്പെടാറുണ്ടല്ലോ. നിങ്ങൾ നിവിൻ പോളി, പ്രേമം ഗ്യാങ് ആണല്ലോ അറിയപ്പെടാറുന്നല്ല. എപ്പോഴെങ്കിലും നിങ്ങളുടെ ഇടയിൽ ഒരു ആരോഗ്യകരമായ മത്സരങ്ങൾ ഇപ്പോഴുണ്ടോ? ആരോഗ്യകരമായ മത്സരങ്ങൾ എപ്പോഴും ഉണ്ട്. നമ്മൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഒരു സിനിമ വർക്കായി, അല്ലെങ്കിൽ ഒരു സിനിമയിലെ കഥാപാത്രം വർക്കായി, അല്ലെങ്കിൽ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. തീർച്ചയായിട്ടും എന്നാലാണ് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് പറയാൻ പറ്റും. നമ്മൾ സുഹൃത്തുക്കളാണ് ഏറ്റവും അത് പറയാം. നമ്മൾ പുറത്തുനിന്ന് ഒരാൾ ചിലപ്പോൾ അത് പറഞ്ഞെന്ന് വരില്ല. നമുക്ക് സുഹൃത്തുക്കൾക്ക് അത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ അത് നമ്മൾ പറയും. ഇതൊക്കെ എന്താ പറയുക, കൺസ്ട്രക്റ്റീവായിട്ടുള്ളൊരു ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമ്മളത് എന്താണോ പറയുന്നത് അത് മനസ്സിലാക്കിയിട്ട് അത് ഉൾക്കൊണ്ട് അടുത്ത സിനിമകളിൽ നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും വെൽക്കം ചെയ്യാറുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ എല്ലാവരും അങ്ങനെ വെൽക്കം ചെയ്യാറുണ്ട് കാര്യങ്ങളൊക്കെ. അഭിലാഷ് ചേട്ടാ, അതെ, ഈ പൊതുവെ ആദ്യം പറഞ്ഞ പോലെ വലിയ ക്ലാഷുകൾ ഒഴിവാക്കാറാണ് പതിവ്. ഇപ്പൊ ദൃശ്യം തന്നെ ഒരു ബ്രാൻഡാണ്. മോഹൻലാൽ പോലൊരു വലിയ സൂപ്പർ സ്റ്റാർ. അപ്പോൾ അത്രയും ഒരു പടത്തിനോട് ക്ലാഷ് വയ്ക്കാൻ താങ്കൾ അത്രയധികം കോൺഫിഡൻ്റ് ആണോ ഈ ഒരു കണ്ടന്റായിട്ട്? ശരിക്കും പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒരു ക്ലാഷ് എന്ന് പറയുന്ന ഇത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരു ഫ്രാഞ്ചൈസി, ദൃശ്യം ഫ്രാഞ്ചൈസിക്കുള്ള ഫാൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിനി എന്ത് പടം കൊണ്ട് അപ്പുറത്ത് വെച്ചാലും അത് അവിടെ അൾട്ടിമേറ്റ് ആയിട്ട് നിൽക്കുകയാണ്. പക്ഷേ ഇപ്പം മലയാള ഇൻഡസ്ട്രിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മുമ്പ് പറഞ്ഞ പോലെ വാഴ 2 ഇറങ്ങി ഹിറ്റായ സമയത്ത് മോഹിനിയാട്ടം വന്നപ്പോൾ അത് തന്നെയാണ് നമ്മളൊരു നല്ല സിനിമയാണ് കൊണ്ടുവരുന്നതെങ്കിൽ പ്രേക്ഷകർ അത് കണ്ടു കഴിഞ്ഞിട്ട് ഈ പടം ദൃശ്യം കണ്ടു കഴിഞ്ഞവർക്ക് ഡോസ് കാണാമല്ലോ. അതാണ് നമ്മുടെ പ്രതീക്ഷ. ആദ്യം തന്നെ ചേട്ടൻ പറയാം, ഒരു സെക്കൻഡ് ഓപ്ഷൻ ആയിട്ട് നിങ്ങൾ ഈ സിനിമ അല്ലേ? സെക്കൻഡ് ഒപ്പീനിയൻ. അപ്പൊ അതൊരു വല്ലാത്തൊരു ഇതാണ്. ഇതിനെ ഒരു സിനിമ കാണുന്നവരുടെ സെക്കൻഡ് ഒപ്പീനിയൻ ആയിട്ട് ഈ പടം ഫസ്റ്റ് ദൃശ്യം കാണുന്നു, അത് കഴിഞ്ഞിട്ട് ഈ പടം കാണുക എന്നുള്ളതാണ്. കാരണം ഒരിക്കലും നിരാശപ്പെടില്ല. അത് 100%. ഒരു ഇൻസിഡന്റ് ആവാം, അല്ലെങ്കിൽ ഒരു ഇമാജിനേഷൻ ആവാം, ഫാന്റസി ആവാം. അതിൽ നിന്നാണ് ഒരു കഥയിലേക്ക് കൺവേർട്ട് ആവുന്നത്. ഇപ്പൊ ഡോസ് ഒരു സ്ലോ ബേൺ ത്രില്ലർ ആണെന്ന് പറയുന്നത് ഒരു മെഡിക്കൽ. ശരിക്കും ഒരു പൂർണ്ണമായിട്ട് ഞാൻ പറയുന്നത് ഒരു സ്ലോ ബേൺ അങ്ങനെ അല്ല. അത് പതുക്കെ ആവുന്നതിന്റെ ഒരു മൂഡ്. പക്ഷെ നമ്മൾ ഒരിക്കലും അങ്ങനെ പടമേ ആയിരിക്കില്ല കേട്ടോ. അത് ഞാൻ പറയുകയാണ്. കാരണം അത് സ്ലോ എന്ന് ഉദ്ദേശിച്ചതിന്റെ പേസ് അല്ല കേട്ടോ. അതെ. അപ്പൊ എവിടെ നിന്നായിരുന്നു ഈ ഡോസിലേക്കുള്ള ആ ഒരു സീഡ് എവിടെ നിന്നായിരുന്നു കിട്ടിയത്? അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പണ്ട് പറയും, ഈ വലിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ മോട്ടിവേറ്റ് ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കൾ പറയും ഇതെന്തോ നല്ലതിനാണ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സിറ്റുവേഷനിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത്. അതായത് എൻ്റെ അമ്മയ്ക്ക് 2019 അമ്മ ക്രിട്ടിക്കലായി ഒരു എറണാകുളത്ത് തന്നെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. 1 മാസക്കാലം അഡ്മിറ്റ് ആയിരുന്നു. അപ്പോൾ ഈ ആദ്യ സമയങ്ങളിലെ സാധനം ജനങ്ങളിലേക്ക് ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം തോന്നിക്കഴിഞ്ഞാൽ അത് നമ്മളെ ബാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു ചിന്ത തുടങ്ങി. എന്നിട്ട് ലോകത്തിൽ നടന്നിട്ടുള്ള പല മെഡിക്കൽ ക്രൈമുകൾ എന്തൊക്കെയാണെന്ന് റിസർച്ച് ചെയ്തു. അങ്ങനെ അവിടെ നിന്നും പതുക്കെ കഥ രൂപപ്പെട്ട് അങ്ങനെയാണ് ഒരു ഫൈനൽ ഇതിലേക്ക് അവിടെയാണ് തുടങ്ങിയത്. ദൃശ്യ, ഹലോ. ദൃശ്യ എവിടെ? ഹലോ. ദൃശ്യ, ഇപ്പം ദൃശ്യയുടെ ഏറ്റവും ഒരു ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ ഈ മൂവിയെ പറ്റി ഇപ്പം ശ്രീചേട്ടനുമായിട്ട് 10 വർഷത്തിന് ശേഷം ഒരു കോംബോ ആയിട്ട് വരുന്നു. അപ്പം എൻ്റെ ചോദ്യം വെച്ചാൽ അതിൻ്റെ അപ്പുറത്തേക്ക് എന്താണ് ദൃശ്യയുടെ ഒരു ഇംപ്രഷൻ ഈ പടത്തിനെ പറ്റി, അല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടറിനെ പറ്റി? അരുന്ധതി എന്ന് പറയുന്ന ക്യാരക്ടർ ഞാൻ പറഞ്ഞ പോലെ ഒരു കാർഡിയോളജിസ്റ്റ് ആണ്. അപ്പോൾ ഞാൻ ഇതുവരെ ചെയ്തു വെച്ചിട്ടുള്ള കഥാപാത്രങ്ങളൊന്നും ഇത്ര ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അല്ലായിരുന്നു. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ കുറേ ലേയേഴ്സ് ഉള്ളൊരു സംഭവമാണ്. എനിക്ക് ആസ് എൻ ആക്ടർ എനിക്ക് തന്നെ കുറച്ച് ചാലഞ്ചിങ് ആയിട്ട് തോന്നിയ ഒരു സംഭവമാണ്. എനിക്ക് തന്നെ എൻ്റെ കേപ്പബിലിറ്റീസ് എത്രയുണ്ട് എന്ന് എനിക്കും കൂടി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഇത്. അത് എങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പടം റിലീസ് ചെയ്തതിന് ശേഷം അറിയാം. എല്ലാവരുടെ പോലെ തന്നെ എനിക്കും ടെൻഷനുണ്ട്. കുറച്ചൊരു കുറേ ലെയേഴ്സും കുറച്ച് എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ളൊരു പരിപാടിയാണ് ഞാനിതിൽ ചെയ്തേക്കുന്നത്.
ആസ് എൻ ആക്ടർ എനിക്കത് ഭയങ്കരമായിട്ട് ഒരു കോൺഫിഡൻസ് എനിക്ക് പേഴ്സണലി എനിക്ക് തന്നിട്ടുണ്ട്. ഇനി അങ്ങനത്തെ ഒരു കഥാപാത്രം വരികയാണെങ്കിൽ അതിൻ്റെ അപ്രോച്ച് എങ്ങനെയായിരിക്കണം എന്നുള്ള ഒരു ഐഡിയ എനിക്ക് കിട്ടിയിട്ടുണ്ട്. സോ ആ ഒരു എക്സ്പീരിയൻസിന് ഞാൻ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ആൻഡ് ഐ ഹോപ്പ് ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടും എന്നുള്ളത്. ഓൾസോ ഇപ്പം ശ്രീചേട്ടനെ ഇപ്പം 10 കൊല്ലത്തിന് ശേഷം ഒരുമിച്ച് നിങ്ങൾ അഭിനയിക്കുകയാണ്. അപ്പം അദ്ദേഹത്തിലുണ്ടായ ചേഞ്ചസ് എന്തൊക്കെയാണ് ശ്രദ്ധിച്ചത്? അതായത് ആക്ടിങ്ങിലായാലും അല്ല ഇപ്പം ഒരു ഫിലിം മേക്കിംഗ് പ്രോസസ്സിലൊക്കെ ആയാലും. സിജു ചേട്ടൻ ആക്ച്വലി മറ്റേ ചില്ലായിട്ടുള്ള ഒരു ആക്ടർ. അതായത് ഇപ്പൊ ക്യാരക്ടറായി പിടിച്ച് നിന്ന് ഇപ്പൊ ഈ മൂവിയിലായാലും പ്രകാശ് എന്ന് പറയുന്ന ക്യാരക്ടർക്ക് ആക്ച്വലി കുറേ ലെയേഴ്സും കുറേ സംഭവമുള്ള ഒരു ക്യാരക്ടറാണ്. പക്ഷെ എന്നാലും ലൈക്ക് സിജു ചേട്ടൻ എന്നുള്ള ഒരു പേഴ്സൻ്റെ നിന്നും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് പ്രകാശ് എന്ന് പറയുന്നത്. പക്ഷെ സിജു ചേട്ടൻ അതിനായിട്ട് ലൈക്ക് മെത്തേഡ് രീതിയിലൊന്നും അല്ല. സിജേട്ടൻ്റെ അപ്രോച്ച് ഭയങ്കര ചില്ലാണ്. സിജേട്ടൻ ആക്ഷൻ എന്ന് പറയുമ്പോൾ വരും വെരി ടാലൻറ്റഡ്. ഹാപ്പി വെഡിങ് ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ സിജു ചേട്ടൻ അങ്ങനെ തന്നെ ആയിട്ട് നിന്നാൽ മതി. അങ്ങനെ പ്രേമരോഗിയൊക്കെ അങ്ങനെയല്ല. പക്ഷെ എന്നാലും ലൈക്ക് അങ്ങനെ അത്ര ഇതായിട്ടില്ല. അങ്ങനെ ഭയങ്കര ഡിഫിക്കൾട്ട് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നില്ല. ഭയങ്കര ഒരു ഈസി ഗോയിങ് ക്യാരക്ടർ ആയിരുന്നു. ഇപ്പോൾ ഹാപ്പി വെഡിങ്ങിൽ ദൃശ്യം എന്ന് പറയുന്ന എൻ്റെ ക്യാരക്ടർ ആയാലും അതിൽ ഈസി ഗോയിങ് ആയിട്ടുള്ള, എനിക്ക് അധികം ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഒരു സംഭവമായിരുന്നില്ല. പക്ഷെ അരുന്ധതി എന്ന് പറയുന്ന ഇപ്പോൾ ഡോസിൽ നമ്മുടെ രണ്ടുപേരും ക്യാരക്ടർ ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള ഇതാണ്. ഒരു ആക്ടർ എന്ന രീതിയിൽ നമുക്ക് പെർഫോം ചെയ്യാൻ ഒത്തിരി ഉള്ള ഒരു സംഭവമാണ്. അപ്പോൾ അന്നും ഇന്നും സിജു ചേട്ടൻ ഒരു ഇതാണ്. പക്ഷെ പേഴ്സണലി എനിക്ക് ഐ ഹാവ് ഫെൽറ്റ് ഡിഫറൻസ്. അന്ന് ഞാൻ അത്ര സീരിയസ് ആയിട്ടല്ല അഭിനയം കണ്ടിരുന്നത്. ഇപ്പോൾ ഞാനത് കുറച്ചും കൂടി എൻ്റെ അപ്രോച്ച് കുറച്ചും കൂടി ലൈക്ക് ഒരു സംഭവം നമുക്കൊരാളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭംഗിയായി ചെയ്യണം. അതിന് എത്ര ലെവലിൽ എത്ര ഹാർഡ് വർക്ക് ചെയ്യാനും വില്ലിങ് ആണ് എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് എനിക്ക് വന്നിട്ടുണ്ട്. അതിൽ ഐ എം പ്രൗഡ് ഓഫ് മൈ സെൽഫ്. ഒരു കാര്യത്തിൽ സന്തോഷമുള്ള കാര്യം, അതായത് നമ്മൾ ഹാപ്പി വെഡിങ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതുപോലത്തെ ഒരു സിനിമയല്ല നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതുപോലത്തെ ക്യാരക്ടേഴ്സ് അല്ല അതിനു വേണ്ടിയല്ല നമ്മൾ ജോയിൻ ചെയ്തത്. അപ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. അത് ആസ് ആക്ടേഴ്സ് ഞങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു ഏരിയ ആയിരുന്നു. എക്സാക്ട്ലി. അതിൽ സന്തോഷമുണ്ട്. ദൃശ്യ അതേപോലെ തന്നെ ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം സിനിമകൾ ഒരു നടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം കഴിഞ്ഞ ദിവസം മഞ്ജു വാര്യർ പറഞ്ഞൊരു വാക്കുണ്ട്. എന്ന് വെച്ചാൽ സിനിമയിൽ വരുന്നതല്ല ബുദ്ധിമുട്ട്, സിനിമയിൽ നിലനിൽക്കുന്നതാണ് ബുദ്ധിമുട്ട് എന്ന് പറയുന്നുണ്ട്. അതായത് ഒരു നടിയെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അത് നടിയെ മാത്രമല്ല നടനെ സംബന്ധിച്ചും അത് തന്നെയാണ്. അഭിനയിക്കുന്ന എല്ലാവരുടെയും കാര്യത്തിൽ അതാണ്. പൊതുവെ നടന്മാരെ നമ്മൾ കാണാറുണ്ട്, കുറച്ച് നീണ്ട ഒരു പഴയ നടന്മാരൊക്കെ നിലനിന്ന് പോകുന്നവരെ കാണാറുണ്ട്. പക്ഷെ എപ്പോഴും മാഞ്ഞു പോകുന്നത് നടിമാരാണ് കൂടുതലും. ഓപ്പർച്യൂണിറ്റീസ് കൂടുതലും ആണുങ്ങൾക്കുണ്ട്. ശരിയാ. ഓക്കെ. അപ്പൊ ആ ഒരു അങ്ങനെ വരാനുള്ള ഒരു കാരണം, അതായത് ഇപ്പം ഒരു സിനിമ ഇപ്പൊ ഈ രണ്ടുപേരോട് ഞാൻ ചോദിക്കുന്നത്, കാരണം നിങ്ങൾ രണ്ടുപേരും ഒത്തിരി അധികം സിനിമകൾ ചെയ്യുന്നത് കാണുന്നില്ല. അപ്പൊ അത് ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് എത്രമാത്രം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്? ഇപ്പോൾ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഡയറക്ടറിൻ്റെ പൂർണ്ണ സ്വാതന്ത്ര്യമാണ് ഒരു ഇന്ന ക്യാരക്ടർ ആരെ ലൈക്ക് കാസ്റ്റ് ചെയ്യണം എന്നുള്ളത്. ഒരു ഡയറക്ടറിൻ്റെ ഒരു ഫ്രീഡമാണ് അത്. ഇപ്പോൾ ഇപ്പം ഹാപ്പി വെഡിങ്ങിൽ ഞാൻ വന്നത് എങ്ങനെയായിരുന്നു, എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ല. ഞാൻ വഴിയിൽ പോകുന്ന ഒരാളായിരുന്നു. സിനിമ എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുന്ന ഒരാളായിരുന്നില്ല. പക്ഷെ ആ സമയത്ത് ലൈക്ക് അങ്ങനെ ഒരു വ്യൂ ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് വന്നൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതേപോലെ തന്നെ ന്യൂ ടാലൻസ് വരുന്നതിൽ ഞാൻ ആക്ച്വലി ഭയങ്കര ഹാപ്പിയാണ്. ഒത്തിരി നല്ല ടാലൻസിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് മലയാള സിനിമയിൽ നിന്നും അവരിപ്പോൾ വേറെ ഇൻഡസ്ട്രിയിലേക്ക് പോകുന്നു. അതൊക്കെ ജനറലി ഐ എം വെരി പ്രൗഡ് ഓഫ് ഇറ്റ്. ഹാപ്പിയാണ് ഞാൻ ആ ഒരു കാര്യത്തിൽ. ഇപ്പൊ അതുപോലെ തന്നെ ആദ്യം സിനിമ വരുന്നത് ഇപ്പം ഇപ്പോൾ ഒരു ജെൻഡർ ഈക്വാലിറ്റി എന്നൊക്കെ പറയുന്ന ആ ഒരു തോട്ടിൽ ചിന്തിക്കുമ്പം 32 ആ ഒരു സിനിമ വളരെ ഒരു ചർച്ചയായ ഒരു സിനിമയായിരുന്നു. അപ്പൊ ആ ഒരു രീതിയിൽ ചിന്തിക്കുമ്പം ഇപ്പൊ എന്ത് തോന്നുന്നു, ഈ ഒരു സ്റ്റേറ്റ്മെന്റിനോട് എന്താ പറയാനുള്ളത്? അല്ല, ഓപ്പർച്യൂണിറ്റി സ്ത്രീകൾക്ക് കുറവാണോ കൂടുതലാണോ, ഐ ഡോണ്ട് ബിലീവ് ഇൻ ദാറ്റ്. എനിക്ക് തോന്നുന്നു ഓൾ ദ മോർ ഇപ്പോൾ ഓപ്പർച്യൂണിറ്റി കൂടിയിട്ടുണ്ട്. ദ കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സ്, ഇപ്പം ഡോസിൽ കൂടെ രാഗിത്തയുടെ ക്യാരക്ടർ ആവട്ടെ, അല്ല അരുന്ധതിയുടെ ക്യാരക്ടർ ആവട്ടെ, എത്രയോ ഇൻറ്റൻസ് ആയിട്ടുണ്ട്, എത്രയോ ലെയേഴ്സ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ മാത്രം സ്ത്രീകളെ കാണുന്ന രീതികൾ മാറിയിട്ടുണ്ട് സിനിമയിൽ വെച്ച്.
സോ ഐ തിങ്ക് ക്യാരക്ടേഴ്സ് കൂടിയിട്ടുണ്ട്. അത് കാരണമാണ് നമ്മൾ ഇനിയും പുതിയ ഫേസസിനെ കാണാനും സാധ്യതയുള്ളത്. ബിക്കോസ് റെപ്രസെൻറ്റേഷൻ കൂടിയിട്ടുണ്ട് സ്ത്രീകളുടെ. സോ ഇപ്പം ഞാൻ കൂടെ തമിഴ് സിനിമ ചെയ്തിട്ടുണ്ട്, ഇപ്പം മലയാളം ചെയ്യുന്നു, തെലുഗു ചെയ്യുന്നു, ഹിന്ദി ചെയ്യുന്നു. സോ നമ്മുടെ ഇതും ഓപ്പൺ ആയിട്ടുണ്ട്, അത്ര സ്പേസിലേക്ക് നമ്മളെ കാണുന്നുണ്ട്. സോ മേ ബി കുറവ് കാണുന്നത് ഒരു ഇൻഡസ്ട്രിയിൽ ചിലപ്പം കുറവായിരിക്കാം, പക്ഷെ എല്ലാ ഇൻഡസ്ട്രിയിലും നോക്കിയാൽ ദേ ആർ ഗോയിങ് എവ്രിവെയർ ആൻഡ് ഡൂയിങ്. അതാണ് ആക്ച്വൽ. ഇറ്റ്സ് നോട്ട് ഓൺലി ഇൻ വൺ ഇൻഡസ്ട്രി. ഒരുപക്ഷെ ഏറ്റവും വെല്ലുവിളിയായിട്ട് തോന്നിയത് എന്തായിരിക്കും? അതിനകത്തൊരു കാരണമായിട്ട് തോന്നാനുള്ളൊരു എന്തെങ്കിലും കാരണമുണ്ടോ? ഇല്ല, നമ്മളതൊരു വെല്ലുവിളിയായിട്ടുള്ള ഒരു രീതിയിലോട്ടേക്ക് എടുക്കുന്നില്ലല്ലോ. നമ്മളെല്ലാതും പോസിറ്റീവ് ആയിട്ടാണ് എടുക്കുന്നത്. സ്പേസ് ഉണ്ട്, സിനിമയിൽ സ്പേസ് ഉണ്ട്. സോ അത്രത്തോളം ലൈക്ക് ഇനി അത്ര കഥാപാത്രം ഉള്ളപ്പോൾ ആക്ടേഴ്സ് കൂടുന്നത് നല്ലതല്ലേ. സിജു ബ്രോ, ഇപ്പോൾ ഡോസ് എന്ന് പറഞ്ഞ സിനിമ ഇപ്പോൾ നിങ്ങളുടെ കാക്കയുടെ തൻകുഞ്ഞ് പൊൻകുഞ്ഞാണ്. ഇപ്പോൾ നിങ്ങൾ ഈ സിനിമ പറയുന്നത് ദൃശ്യം സിനിമ കണ്ടതിന് ശേഷം വേണമെങ്കിൽ ഞങ്ങളുടെ സിനിമ കാണും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. എന്തുകൊണ്ട് നിങ്ങളുടെ സിനിമ ദൃശ്യം 3-നേക്കാൾ നല്ലതായിക്കൂടാ? അപ്പോൾ ആളുകളുടെ ഒപ്പീനിയനാണ്. അല്ല, നിങ്ങളിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ സിനിമ അതിനുശേഷം കാണുന്ന ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ ഒക്കെയാണ്, ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത പോലെയാണ് സംസാരിക്കുന്നത്. ചിലപ്പോൾ അങ്ങനെയല്ല, ഞാൻ ദൃശ്യം സിനിമ ആണെങ്കിലും അടിപൊളി സിനിമ ഡോസ് ആയാലും പറയാൻ പറ്റില്ലല്ലോ. ഇല്ല, അതൊന്നും നമുക്ക് അറിയില്ല. ഞാൻ പറഞ്ഞ ദൃശ്യം എന്ന് പറയുന്ന ഓൾറെഡി അതിനൊരു ഫാൻ ഫോളോയിങ് ഉണ്ട്. എന്ത് പറഞ്ഞാലും ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത് ദൃശ്യമാണ്. ഞാനാണെങ്കിൽ ആദ്യം പോയി കാണുന്നത് ദൃശ്യമായിരിക്കും, ഇല്ലേ? അപ്പോൾ അതിനു മുമ്പ് എന്റെ സിനിമ ഡോസ് കാണുമെന്ന് പറയാത്ത എന്താണെന്ന് ചോദിച്ചു. അല്ല, അത് കണ്ടിട്ട് കണ്ടോട്ടെ, പ്രശ്നമില്ല. നമുക്ക് കാണാനും കണ്ടാൽ അല്ല, അങ്ങനെ കാണുന്നവരുണ്ടാവുമല്ലോ, അങ്ങനെ കാണുന്നവർ കാണട്ടെ. അത് ഡോസ് സിനിമയുടെ പ്രൊമോഷനാണ്. ഞങ്ങളുടെ സിനിമ ആദ്യം കാണണമെന്ന് കോൺഫിഡൻസോടെ പറയണം. അല്ല, ഞാൻ പറയുന്നത് അത് ഞാൻ അതല്ലായിട്ട് ശരി. ഞാൻ എനിക്ക് തോന്നില്ല അല്ല, നമ്മൾ ആരുമായിട്ട് ഒരു പ്രശ്നത്തിനോ കാര്യത്തിലോ, അതായത് ഒരു നിങ്ങൾ വന്നിരിക്കുന്ന ഡോസ് സിനിമയുടെ ഇതിനാണ്. ഞങ്ങളുടെ സിനിമ ദൃശ്യം ഞങ്ങളുടെ സിനിമ മാത്രം ആദ്യം പോയി കാണണമെന്ന് പറയാൻ പറ്റുമോ? പ്രേക്ഷകർക്ക് ഓരോ ഇതുണ്ടാവില്ല, പ്രേക്ഷകർക്ക് ഓരോ ചോയ്സ് ഉണ്ടാവും. അല്ല, ഞാൻ പറയുന്നത് ഇപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിലും എൻ്റെ ലൈഫിൽ ഞാൻ പാലിച്ചു പോകുന്ന കാര്യം ഞാൻ ഒന്നിനും ഒരാളെയും ഫോഴ്സ് ചെയ്യാറില്ല, മനസ്സിലായോ? അപ്പം അതുപോലെ തന്നെയാണ് ഇപ്പം നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്തൊരു സിനിമയാണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ കാക്കി തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറയുന്ന പോലെ അത് തന്നെയാണ്. പക്ഷേ നമുക്ക് ഒരിക്കലും അത് ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല നമ്മളെ ഓഡിയൻസിന്. അവർ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടോട്ടെ, അത്രേ പറയാനുള്ളൂ. അവർക്ക് ആദ്യം കാണണമെന്ന് തോന്നി കഴിഞ്ഞാൽ അത് കണ്ടോട്ടെ. ദൃശ്യം കണ്ടു കഴിഞ്ഞിട്ട് കാണാനാണെങ്കിലും നമ്മൾ ഹാപ്പിയാണെന്നേ, കണ്ടാൽ മതി, മനസ്സിലായോ? ആദ്യം കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ കണ്ടാൽ മതി. പക്ഷേ തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ ഓഡിയൻസിന് എന്താ പറയുക, എൻഗേജ് ചെയ്യിപ്പിക്കുന്ന ഒരു സിനിമ തന്നെ ആയിരിക്കും. അല്ലാതെ കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടൊന്നല്ല പറയുന്നത്. നമുക്ക് അങ്ങനെ ഒരു എന്താ പറയുക, നമ്മളെല്ലാവരും ഒരേ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആൾക്കാരല്ലേ. അപ്പോൾ നമ്മൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കല്ലേ, അല്ലേ? വെറുതെ മോഹൻലാൽ ഫാൻസ്, എൻ്റെ ആദ്യത്തെ സിനിമയിൽ ഞാൻ മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ പ്രസിഡന്റായിട്ടാണ് ഞാൻ വന്നത്. അല്ല, ഞാൻ പറഞ്ഞു വെറുതെ മോഹൻലാൽ ഫാൻസിനെ കൊണ്ട് എന്നെ ചീത്ത പറയിപ്പിക്കാനായിട്ട്. അല്ല, അതെ, നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ വൃത്തിയായിട്ട് പറഞ്ഞല്ലോ. അതിന് നമ്മൾ വെറുതെ അതിന് എൻ്റെ സിനിമ ആദ്യം കാണണം എന്നൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എന്ത് കുഴപ്പമുണ്ട് ബ്രോ? അത് കാണാൻ താല്പര്യമുള്ളവരെ കണ്ടോട്ടെ, കുഴപ്പമില്ലെന്നേ. അതിന് നമ്മളിപ്പോൾ നിർബന്ധിച്ച് എൻ്റെ പടം ആദ്യം കാണുന്നുണ്ട്, നിങ്ങൾക്ക് ആദ്യം നിങ്ങൾ എൻ്റെ പടം ആദ്യം കാണാൻ പോകും. അങ്ങനെ പറയാനല്ല പറഞ്ഞത്. ദൃശ്യം സിനിമേനേക്കാൾ നല്ല സിനിമയാണ് അത് പറയണം. അങ്ങനെ എന്തിനാണ് അയ്യോ, അങ്ങനെ എന്തിനാ അങ്ങനെ ഒരു സിനിമയെ മോശമാക്കിയിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. അങ്ങനെ ദൃശ്യം സിനിമയേക്കാൾ അത് അറിയില്ലല്ലോ, എപ്പോഴും അറിയില്ല. ഞാൻ ദൃശ്യം കണ്ടിട്ടില്ല, അതൊക്കെ പ്രേക്ഷകരാണ് അത് തീരുമാനിക്കേണ്ടത്. ദൃശ്യം സിനിമ കാണാതെ ഞാൻ ദൃശ്യം സിനിമകളെക്കാളും നല്ല സിനിമ ഇതാണെന്നൊക്കെ പറയുന്നത് എങ്ങനെ? എന്റെ അപ്പം മേളിലിരുന്ന് തുമ്മാൻ വേണ്ടിയിട്ട് തന്തയ്ക്ക് വിളി ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ല, മനസ്സിലായി. അല്ല, നമ്മൾ കാര്യം മനസ്സിലായി. പക്ഷെ ഇപ്പം നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല ദൃശ്യം സിനിമയെക്കാളും നല്ല സിനിമയാണെന്ന്. അതൊക്കെ ഓഡിയൻസ് തീരുമാനിക്കും. നമുക്കെപ്പോഴും നമ്മുടെ സിനിമകൾ എപ്പോഴും പ്രിയപ്പെട്ട സിനിമ തന്നെയാണ്. അല്ലെങ്കിൽ ആ സിനിമ ഏറ്റവും ഓഡിയൻസ് കാണണം എന്നുള്ള ആഗ്രഹം തന്നെയാണ് നമുക്കും ഉള്ളത്. പക്ഷെ നമ്മൾ ഒരിക്കലും ഈ പറയുന്ന പോലെ വേറൊരു സിനിമേനെ മോശമായി കാണിച്ചിട്ട് അങ്ങനെ ചെയ്യണം. ആ ദൃശ്യം സിനിമേനേക്കാളും നല്ല ഞങ്ങളുടെ സിനിമ എന്ന് പറയുമ്പോൾ പിന്നെ അതെ, അങ്ങനെയില്ല. നമുക്ക് ഞാൻ പറഞ്ഞില്ല, ഇപ്പോ എന്താ പറയാ, ആ സിനിമ തിയേറ്ററിൽ വന്നോണ്ട്, ദൃശ്യം എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ ഇപ്പോൾ ഉള്ളതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുന്നത് ഞങ്ങൾക്കാണ്. നമ്മളല്ലേ, ഇപ്പോൾ ഒരു ഓവർഫ്ലോ ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ സിനിമയും കാണാൻ ഓഡിയൻസ് കയറും. ഇപ്പോൾ ഒരു സിനിമയും തിയേറ്ററിൽ
ഇല്ലാതിരിക്കുന്ന സമയത്ത് നമ്മളൊരു സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ പറയാൻ പറ്റില്ല, ഓഡിയൻസ് വരാനൊക്കെയുള്ള മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് ഓൾറെഡി തിയേറ്ററിലേക്ക് സിനിമ ഇറങ്ങിയേക്കല്ലേ, അങ്ങനെ ഒരു സിനിമ, ഒരു വലിയൊരു സിനിമ ഇറങ്ങിയേക്കാം, ഒരു ഫ്രാഞ്ചൈസി, ദൃശ്യം എന്ന് പറയുന്ന ഒരു ഫ്രാഞ്ചൈസി മൂവി ഇറങ്ങിയേക്കാണ്. അപ്പം അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ സിനിമ നിൽക്കുമ്പോൾ അതും ഓഡിയൻസ് കാണുന്ന പറയുന്നതിന് പകരം സന്തോഷം നമുക്ക് എന്തുള്ളത്, ആ കാര്യങ്ങളിൽ സന്തോഷിക്കാന്നുള്ളത് ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അല്ലാതെ ഈ പറയുന്ന പോലെ അതായിട്ട് റിലേറ്റ് ചെയ്ത് തിയേറ്റർ ഉണ്ട്, അത്യാവശ്യം കുഴപ്പമില്ല, 80 തിയേറ്റർ ഉണ്ട്, കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട്. കാരണം എല്ലാ സിനിമകളും നിറഞ്ഞു ഓടിക്കൊണ്ടിരിക്കുന്നല്ലോ. അപ്പോൾ വെക്കേഷൻ ടൈമുള്ള അങ്ങനെ സിനിമ കണ്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഓഡിയൻസ് ഈ പറയുന്ന പോലെ തിയേറ്റർ കൂടുതൽ ഡിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തിയേറ്റേഴ്സ് കൂടുമായിരിക്കും. കാരണം വെക്കേഷൻ ടൈമുള്ള, അപ്പോൾ എല്ലാ ആഴ്ചയും സിനിമകൾ ഓരോന്ന് ഇറങ്ങുന്നതുകൊണ്ട് എല്ലാം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം എല്ലാവരും കണ്ടു കഴിഞ്ഞ് വരുന്നുള്ളൂ ഓഡിയൻസ്. അപ്പോൾ എന്തൊക്കെയായാലും നല്ല ദൃശ്യയോട് ഒരു ക്വസ്റ്റ്യൻ, ദൃശ്യയോട് അതായത് പടത്തിന്റെ ടൈറ്റിലാണ് മെസ്സേജ്, ഡോസ്. ജീവിതത്തില് നമ്മള് അതാണ് ജീവിതത്തിലെ അളവെന്ന് പറയുന്നത് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് നാളെ ഈ സിനിമ പറയും. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നല്ല സിനിമകൾ ഒരിക്കലും കൈവിട്ട് പോയിട്ടില്ല. അല്ല, നേരത്തെ പറഞ്ഞ പുള്ളിയുടെ ക്വസ്റ്റ്യനായിട്ട് റിലേറ്റ് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യനാണ് ദൃശ്യയുടെ. സൈലൻസ് പ്ലീസ്, എക്സ്ക്യൂസ് മീ ഗൈസ്, സൈലൻസ്. ഓക്കെ, ദൃശ്യ ഇപ്പം നേരത്തെ പറഞ്ഞായിട്ട് റിലേറ്റ് ചെയ്ത് ചോദിക്കുവാണ്, ദൃശ്യം കണ്ടോ? ഇല്ലടാ, കാണാൻ പറ്റിയിട്ടില്ല, കാണണം. ഇന്നിപ്പോ എന്തായാലും രാത്രി സീറ്റ് ഉണ്ടോ? അതെ, ടിക്കറ്റ് ഇല്ല. ഡോസ് ആയിരിക്കും. ഒരാളെങ്കിലും ഉണ്ടല്ലോ എന്ന്. ടിക്കറ്റ്സ് ഇല്ല. അപ്പൊ എന്തായാലും ഡോസ് ആൾക്കാർ കാണും. ടിക്കറ്റ്സ് ഇല്ലാണ്ടിരിക്കട്ടെ. അതെ, ടിക്കറ്റ്സ്, അതായത് ദൃശ്യത്തിന് ടിക്കറ്റ്സ് കിട്ടാത്തവർ പേടിക്കേണ്ട, ഡോസിന് ടിക്കറ്റ്സ് ഉണ്ടാവുക. തീർച്ചയായിട്ടും അത് കാണാം. അത് കഴിഞ്ഞിട്ട് ഇത് കാണാം, ഇത് കണ്ടു കഴിഞ്ഞിട്ട് അതും കാണാം. ആദ്യം എന്തോ എങ്ങനെയൊന്നൊന്നുമില്ല, എല്ലാം കാണാം. അപ്പോൾ എന്തായാലും ഒരു സിനിമയും ചെറുതുമല്ല വലുതുമല്ല, എല്ലാം നല്ല സിനിമകൾ മാത്രമാണ്. അപ്പോൾ എന്തായാലും ഈ പറയുന്ന പോലെ എല്ലാ സിനിമകളും വിജയിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ഡോസ് സൂപ്പർ ഹിറ്റ് ആവട്ടെ, ഒരു ഹെവി ഡോസ് വരുന്ന സിനിമയാവട്ടെ ഡോസ് ഞങ്ങൾ ആശംസിക്കുന്നു. പിന്നെ ഈ ഒരു ഡോസും കൂടി അല്ല, എനിക്ക് പറഞ്ഞല്ലോ, ഞാനും ഇങ്ങനെ സൂക്ഷിച്ച് സിനിമകൾ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഒരിക്കലും ഇഷ്ടമല്ലാത്ത സിനിമകൾ ഞാൻ കോണ്ടന്റുകൾ ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വളരെ കുറച്ച് സിനിമകളാണ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം ഒരു സിനിമയാണ് എൻ്റെ ഇറങ്ങിയത്, ഈ വർഷം അത് കഴിയുമ്പോൾ ഒരു സിനിമയാണ് ഇറങ്ങുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിയിട്ടേ ചെയ്യാറുള്ളൂ. അപ്പോൾ എന്താ പറയുക, നമുക്കിഷ്ടമുള്ള കോണ്ടന്റുകൾ ഓഡിയൻസിന് കൊടുക്കുക, അവർ എടുക്കാതിരിക്കുമോ അത് കണ്ടുകഴിയുമ്പോൾ അവർ തീരുമാനിക്കും. അപ്പോൾ നമുക്കൊരു തീരുമാനമാവും അടുത്ത സിനിമകളിലേക്ക് പോകുമ്പോൾ ഒരു ഇത് അറിയാൻ പറ്റും. ഓക്കെ, ഇപ്പം ദൃശ്യയുടെ ഒരു സോങ് ആയിരുന്നു ഡെലുലു എന്നൊരു സോങ്. ഇപ്പം സർവമായാലും ഡെലുലു വന്നപ്പം ഇപ്പം ആ സോങ് ആ ഡെലുലു കൊണ്ടുപോയി. അതെന്തൊരു വിഷമമുണ്ട്? ഇല്ല, എന്തിനു വിഷമം. ഇപ്പൊ ആ ഒരു സംഭവം കാരണം ഇപ്പൊ നമ്മുടെ ആ മൂവിക്ക് ഒരു എക്സ്പോഷർ കിട്ടിയല്ലോ. ഇപ്പൊ ആ സോങ് കാണുമ്പോൾ ആൾക്കാർ ഇപ്പോൾ ആക്ച്വലി എന്നെ ആൾക്കാരെ ഇതുവരെയായിട്ട് എന്നെ മനസ്സിലാക്കിയത് ഹാപ്പി വെഡിങ്, പിന്നെ ഹാപ്പി വെഡിങ് കഴിഞ്ഞ് കുറച്ച് ബ്രേക്കൊക്കെ എടുത്ത സമയത്ത് ആൾക്കാർക്ക് അങ്ങനെ അധികം എവിടെയോ കണ്ടിട്ടുണ്ട്, അങ്ങനെയായിരുന്നു. പിന്നെ ഇപ്പൊ ആ സോങ് ഇപ്പൊ ഹിറ്റ് ആയപ്പോ ടില്ലുലു സോങ്ങിലുള്ള ചേച്ചിയല്ലേ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിന് എനിക്കൊരു വിഷമമില്ല, അതൊരു നല്ല കാര്യമല്ലേ, പോസിറ്റീവ് അല്ല ഉണ്ടായത്. കഴിഞ്ഞല്ലേ? ഓക്കെ, എന്താ ഡോസ് മേക്സ് പോയിസൺ. അതായത് ഒന്നും വിഷമല്ല, എല്ലാ വിഷമായി മാറുന്നത് അളവാണ്. നമ്മൾ ഡോസ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മലയാളത്തിൽ അളവ് എന്നുള്ളതാണ്. അപ്പോൾ ജീവിതത്തിൽ എന്തും അധികമായി കഴിഞ്ഞാൽ അത് വിഷമായി മാറും. അതിൽ നിന്നാണ് ഡോസ് ഉണ്ടായത്. അളവെന്നും മലയാളത്തിൽ പേരിടാൻ പറ്റുന്ന ഒരു പഞ്ചില്ലാത്തതുകൊണ്ട് ഡോസ്. നമ്മളിതിന് ആദ്യം പേരിട്ടിരുന്ന വേറൊരു പേരാണ് ഇട്ടിരുന്നത്. അപ്പോൾ അത് ഓൾറെഡി പോയായിരുന്നു അങ്ങനെ ഒരു പേര്. അപ്പോൾ നമ്മൾ ഈ മെഡിക്കൽ എന്താ പറയുക, ഹോസ്പിറ്റൽ ബേസ് ചെയ്തിട്ടുള്ള സിനിമയും ഇതൊക്കെ ആയതുകൊണ്ടും ഏറ്റവും ആപ്റ്റായിട്ട് പിന്നെ നമുക്ക് കിട്ടിയ പേരാണ് ഡോസ് എന്നുള്ളത്. പക്ഷെ ഇതിപ്പോൾ ഭയങ്കര ആപ്റ്റായിട്ടുള്ള പേരായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഡോസ് എന്ന് പറയാൻ എളുപ്പമുള്ളൂ എല്ലാവർക്കും. ഡോസ് കാണാൻ പോകാമെന്ന് പറയാൻ എളുപ്പമുള്ളൂ. അങ്ങനെയാണ്.
താങ്ക് യു ലഭിക്കാതിരിക്കാൻ പറ്റില്ല. ഹൗസ്ഫുൾ ആവട്ടെ. താങ്ക് യുടാ, താങ്ക് യു സോ മച്ച്. എന്തായാലും കാണണം കേട്ടോ എല്ലാവരും. അപ്പോൾ സിനിമ നാളെ തന്നെ കാണുക. വെക്കേഷനൊക്കെ തീരാൻ പോകണം എല്ലാവരും അല്ലേ? വെക്കേഷൻസൊക്കെ സ്കൂൾ വെക്കേഷൻസ് ഇതൊക്കെ കഴിയാൻ പോകണം. അപ്പോൾ ആ സമയത്ത് തീർച്ചയായിട്ടും ഈ സിനിമയും സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ് ഓഡിയൻസിനോട് പറയാനുള്ളത്. പറയാൻ പറ്റില്ല. സാധ്യത പിന്നെ തീർച്ചയായിട്ടും സാധ്യതയുണ്ട്. കണ്ടോ? സെൻസർ ബോഡിയിൽ നിന്ന് അങ്ങനെ ഒരു അതെ 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 ഇതെല്ലാം ഈ പറയുന്ന പോലെ നമ്മൾ ഇറങ്ങുന്ന സമയവും ഇതൊക്കെ അനുസരിച്ചിരിക്കും. അപ്പോൾ അതിന് ആ സിനിമയ്ക്ക് അങ്ങനെയാണ് ഒരു വിധി എന്ന് വിചാരിക്കുക. പക്ഷെ നമ്മൾ നല്ല വർക്ക് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തിയേറ്ററിൽ വർക്കായില്ലെങ്കിലും എവിടെയെങ്കിലും ഒരു റെക്കഗ്നിഷൻ തീർച്ചയായിട്ടും കിട്ടും, അങ്ങനെ വിചാരിക്കുക. അപ്പോൾ നമ്മൾ ആ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ആ കോണ്ടന്റ് ചെയ്തതിൽ നമ്മൾ എത്രത്തോളം ഹാപ്പിയാണ്, എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണെന്നുള്ളത് ആദ്യം ആലോചിക്കുക. അപ്പോൾ എന്താ പറയുക, അങ്ങനെ ഒരു നല്ല സിനിമ തിയേറ്ററിൽ വർക്കായില്ലെങ്കിൽ അത് എവിടെയെങ്കിലും എന്തെങ്കിലും രീതിയിൽ റെക്കഗ്നിഷൻ തീർച്ചയായിട്ടും കൊണ്ടുവരും. ഇപ്പോൾ വാസന്തി എന്ന് പറയുന്ന സിനിമ അങ്ങനെയായിരുന്നു. ഞാൻ ആദ്യം IFFKക്ക് നമ്മൾ ആ സിനിമ ഒരു ഇൻഡിപെൻഡൻറ്റ് പാരലൽ സിനിമ ആയതുകൊണ്ട് തന്നെ ആ സിനിമ IFFKക്ക് ആദ്യം അയച്ചു കഴിഞ്ഞപ്പോൾ ആദ്യം അവർ സെലക്ട് ചെയ്തില്ല, ആ വർഷം അവർ സെലക്ട് ചെയ്തില്ല. ഇത് കഴിഞ്ഞ് സ്റ്റേറ്റ് അവാർഡ് വിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് IFFKയിൽ കെലിഡോസ്കോപ്പ് എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്. അതിനകത്ത് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ മൂവീസ് സ്ക്രീൻ ചെയ്യണം. അപ്പോൾ കഴിഞ്ഞ വർഷം അവിടെ സെലക്ട് ചെയ്യാഞ്ഞ സിനിമ അടുത്ത വർഷം സ്റ്റേറ്റ് അവാർഡ് വാങ്ങിച്ചിട്ട് IFFKയിൽ നെക്സ്റ്റ് ഇയർ അത് സ്ക്രീൻ ചെയ്തു. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നല്ല സിനിമയാണെങ്കിൽ തീർച്ചയായിട്ടും എവിടെന്നെങ്കിലൊക്കെ ഒരു റെക്കഗ്നീഷൻ തീർച്ചയായിട്ടും കിട്ടും. അപ്പോൾ അതാണ് ഈ പറഞ്ഞ പോലെ, അതാണ് ഞാൻ പറഞ്ഞത്, ദൃശ്യം 3 എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ ഇറങ്ങിയത് ഞങ്ങൾക്ക് വളരെ ഗുണകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നതുകൊണ്ട്, അതായത് തിയേറ്ററിലേക്ക് ആളുകൾ പോകുന്ന സമയം കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഓഡിയൻസ് അതും കാണും. അപ്പോൾ അത് സന്തോഷമുള്ള കാര്യമാണ്. അതെ, താങ്ക് യു. ഫോട്ടോ. അപ്പോൾ താങ്ക് യു എവരി വൺ കേട്ടോ. താങ്ക് യു സോ മച്ച്. എന്തായാലും സപ്പോർട്ട് ചെയ്യും.